അപ്പോൾ പ്രപഞ്ച വസ്തുക്കളിൽ ക്രമത്തിൽ ഒന്നിനെ അപേക്ഷിച്ച് മറ്റൊന്ന് എങ്ങനെ ശ്രേഷ്ഠമാകുന്നു എന്ന് നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ കണ്ടു. അങ്ങനെ വന്ന് 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 ഭഗവാനിലേക്ക് എത്തി ആ ഭഗവാൻ പോലും ആരാധിക്കുന്നത്, ബഹുമാനിക്കുന്നത്, ശ്രേഷ്ഠത കൽപ്പിക്കുന്നത് ഭഗവാന്റെ ഭക്തന്മാർക്കാണ് എന്ന് പറഞ്ഞു വച്ചു അല്ലേ? ഇനി ആ ഭഗവത് ഭക്തന്മാരുടെ മഹിമ പറയാം. ഈശ്വരോപാസനയായിട്ട് നടക്കുന്ന ആളുകൾ, ഭാഗവതൊക്കെ വിധിയാം വണ്ണം കൊണ്ട് നടക്കുന്ന ആളുകൾ, അടിയിൽ വരച്ചോളണം. എവിടെ? വിധിയാം വണ്ണം. ഇതൊക്കെ പറയാൻ കാരണം കാശിൻ്റെ ഉപാധിയായിട്ട് കാണുന്ന ആളുകൾ പെരുകി വരിക. ഒരു സപ്താഹമൊക്കെ ഏൽപ്പിക്കാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ ആദ്യം എത്രയാണ് അവിടുത്തെ ചാർജ്? ഒരു 2 ലക്ഷമാണ് മാറ്റി വെച്ചോളൂ. അവിടെയാ തുടങ്ങുക. അപ്പോൾ മനസ്സിലായില്ലേ ദക്ഷിണയും കാര്യങ്ങളും? എന്നാൽ അങ്ങനത്തെ ആളുകളും ഉണ്ട്. ദക്ഷിണയെക്കുറിച്ചൊന്നും പറഞ്ഞില്ല, അത് ഇതുവരെ പറഞ്ഞിട്ടില്ല, ഇനി പറയൂല്ല. എന്നാലും ഞങ്ങൾക്കൊന്ന് കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ ചെയ്തതൊക്കെ ഓർമ്മ ഉണ്ട്. അപ്പം നമുക്കെല്ലാം ഇവിടുത്തെ സപ്താഹം ആവുകൊണ്ട് ഇനിയിപ്പോൾ എങ്ങനെയാണ് വേണ്ടത്? നടത്താണ്ടിരിക്കുക, ഭേദം പോയിക്കോളൂ. ആളുണ്ട്, നമ്മളൊക്കെ അങ്ങനെയുള്ള ആളുകളെ കൂടെ പോകാറുള്ളൂ. ഇടിച്ച് പരിപ്പാക്കി കഴിഞ്ഞാലും ദക്ഷിണ പറയില്ല. എന്നാൽ കൂടെ വരുന്ന ആളുകൾക്ക് എന്ത് കൊടുക്കണം? അത് കമ്മിറ്റിക്കാർക്കൊരു സൂത്രം, അന്ന് ഇയാളത് മനസ്സിലാക്കാമല്ലോ. അതും പറയില്ല. അവസാനം ഗതി കെട്ടാ പറയും, ഒരു 3 വെറ്റില, ഒരടയ്ക്ക, ഒരു 1.25 ഉറുപ്പ്യ പറ്റില്ലേ? നടത്താം, ഡേറ്റ് കുറിച്ചോളൂ. ഇതാണ് ശാസ്ത്രം. അങ്ങനെ ഭാഗവതം കേട്ടാൽ നമുക്കതിൻ്റെ ഗുണമുണ്ടാവും. മറ്റത് ബിസിനസ്സാണ്. ഡീല് പറഞ്ഞുറപ്പിക്കുക. തറ 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 നിൽക്കരുത്, അവിടെയൊന്നും പോയിരിക്കരുത്. ബഹുമാനന്ദ സ്വാമിയുടെയൊക്കെ പ്രവചനങ്ങൾ കേൾക്കുമ്പോൾ ഇതാണ് ഓർമ്മ വരിക. ഇത്ര കൃത്യമായിട്ട് അദ്ദേഹം അളന്ന് മുറിച്ച് നമുക്കണ്ട് ഇട്ട് തരിക. ഇതിവിടെയൊക്കെ നടക്കുന്ന ഭാഗവത സത്രം പോലെയുള്ള ചടങ്ങുകൾ, ഇത്ര ആത്മാർത്ഥമായി നടക്കുന്ന കേന്ദ്രങ്ങൾ വേറെ ഉണ്ടോ എന്നാലോചിച്ച് നോക്കി. അത് ചിന്തിക്കുമ്പോഴാണ് ഈ പ്രായത്തിലും അദ്ദേഹം ഇത്തരം കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ എവിടെ നിൽക്കുന്നത്? ഇതുപോലെ ഒരാളായിരുന്നല്ലോ. ചിന്തിക്കണം. ഇതം ശരീരം മമ ദുർവിഭാവ്യം. അത് വായിക്കാൻ വേണ്ടി പറഞ്ഞല്ല, അത് പറഞ്ഞപ്പോൾ പറഞ്ഞു മാത്രം. അടുത്ത ശ്ലോകത്തിലേക്ക് പോവാം. അപ്പം ആ ഭഗവത് ഭക്തന്മാരുടെ മഹിമ എന്താ? ന ബ്രാഹ്മണൈസ്തുലയേ ഭൂതം അന്യത്, ന ബ്രാഹ്മണൈസ്തുലയേ ഭൂതമന്യത്, ന ബ്രാഹ്മണൈസ്തുലയേ ഭൂതമന്യത്, പശ്യാമി വിപ്രാഃ കിമതഃ പരന്തു യസ്മിൻ നൃഭിഃ പ്രഹുതം ശ്രദ്ധയാഹം അസ്നാമി കാമം ന തഥാഗ്നിഹോത്രേ ന ബ്രാഹ്മണൈസ്തുലയേ ഭൂതമന്യത് പശ്യാമി വിപ്രാഃ കിമതഃ പരന്തു യസ്മിൻ നൃഭിഃ പ്രഹുതം ശ്രദ്ധയാഹം അസ്നാമി കാമം ന തഥാഗ്നിഹോത്രേ. ചൊല്ലു. ന ബ്രാഹ്മണൈഃ തുലയേ ഭൂതം അന്യത് പശ്യാമി വിപ്രാഃ കിം അതഃ പരം തു യസ്മിൻ നൃഭിഃ പ്രഹുതം ശ്രദ്ധയാ അഹം അശ്നാമി കാമം ന തഥാ അഗ്നിഹോത്രേ. ഇതന്വയം. ഹേ വിപ്രാഃ. ആ ശ്ലോകത്തിൽ ആദ്യത്തെ വരി അവസാനം കണ്ടോ? വിപ്രാഃ, വിപ്രന്മാരെ.
ഹേ വിപ്രന്മാരെ. ആരാ വിളിക്കണത്? അച്ഛൻ. ആരെയാ വിളിക്കണത്? മക്കളെ. നമ്മളെന്താ വിളിക്കുക? സ്ഥലത്തിൻ്റെ പാവനത്വം നഷ്ടപ്പെടും അല്ലേ? മലപ്പുറത്തൊക്കെ ജീവിക്കുന്നത് എനിക്ക് നന്നായിട്ടറിയാം. അപ്പോൾ ഇവിടെ അച്ഛൻ മക്കളെ വിളിക്കുക ഹേ വിപ്രാഹ. എന്താ വാക്കിൻ്റെ അർത്ഥം? ആഹാ, ആണോ? വി എന്നത് ഉപസർഗം, പ്ര എന്നതിനാണ് അർത്ഥം. അപ്പം ആ ധാതുവിന് അർത്ഥം എടുത്താൽ പ്രപൂർത്തൗ, പൂർത്തിയാക്കുക, വിദ്യ പൂർത്തിയാക്കിയ ആളാണ് വിപ്രൻ. മനസ്സിലാക്കേണ്ടതൊക്കെ മനസ്സിലാക്കിയ ആളെയാണ് വിപ്രൻ എന്ന് വിളിക്കുക. അല്ലാണ്ട് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ തർക്കമില്ല. ഹേ വിപ്രാഹ. അപ്പോൾ പറഞ്ഞു തരാനുള്ളതൊക്കെ പറഞ്ഞു എന്ന് കഴിഞ്ഞു, മനസ്സിലാക്കേണ്ടതൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള നിങ്ങളോടൊരു കാര്യം പറയാൻ പോവാണ്. എന്താ പറയണത്? ബ്രാഹ്മണൈഹി അന്യത് ഭൂതം ന തുലയേ. ഒരു ക്ലാസ് കൊണ്ടുവച്ചിട്ട് ഒരു ഭാഗത്ത് ഭഗവൽ ഭക്തന്മാരെ അങ്ങോട്ട് ഇരുത്തുക ക്ലാസ്സിൽ, മറുഭാഗത്ത് സ്വർണം തങ്കം വെള്ളി എന്തൊക്കെ വിലപിടിപ്പുണ്ട് അതൊക്കെ കൊണ്ടുവച്ചാലും ഏതാ താന്നിരിക്കുക? സ്വർണം. ഭക്തന്മാരിരുന്ന ഭാഗമാണ് താന്നിരിക്കുക. എന്ന് വെച്ചാൽ അതിലും വില ലോകത്തിലൊന്നിനുമില്ല. ന ബ്രാഹ്മണൈഹി തുലയേ അന്യത് ഭൂതം. മറ്റൊരു വസ്തുവിനെ ഞാൻ ബ്രാഹ്മണരുമായിട്ട് ഈശ്വരഭക്തന്മാരുമായിട്ട് ഓമിക്കാൻ തയ്യാറല്ല. ജനിക്കുകയാണെങ്കിൽ ഭക്തനായിട്ട് ജനിക്കുക. വെറുതെ ഇതൊക്കെ നമുക്ക് പറഞ്ഞു പോവാൻ മാത്രം ഉള്ളതല്ല, ചെയ്യാനുള്ളതും കൂടിയാണ്. ഭക്തി എന്നൊക്കെ പറഞ്ഞാൽ കേട്ടാൽ മാത്രം പോരാ, വായിക്കുകയും കൂടി വേണം. ഭക്തന്മാരെ കുറിച്ചുള്ള അനവധി ചരിത്രങ്ങൾ കിട്ടും. നിഷ്കിഞ്ചനന്മാർ പറയാറില്ലേ? ഉള്ളവർ ഇല്ലാത്തവർ, രണ്ടു തരം വിഭാഗങ്ങളെക്കുറിച്ച് ലോകത്തിൽ പറയും. എന്നാൽ ഉണ്ടായിട്ടും വേണ്ടാത്തവരുണ്ട്. അത് ഭാരതത്തിലാണ്. കാറൽ മാർക്സ് പോലും പണ്ട് പറഞ്ഞെന്താ? ഹാവ്സ് ആൻഡ് ഹാവ് നോട്ട്സ്. ഉള്ളവർ ഇല്ലാത്തവർ, ഈ രണ്ട് വിഭാഗമേ ലോകത്തിലുള്ളൂ. അന്ന് അദ്ദേഹം ഭാരതത്തിൽ വന്നിട്ടില്ല. വന്നിട്ടുണ്ടെങ്കിൽ മൂന്നാമതൊന്ന് പറയും, ഉണ്ടായിട്ടും വേണ്ടാത്തവർ. അത് ഈ മണ്ണിൻ്റെ മഹിമയാണ്. ആലോചിച്ചോക്ക്. അപ്പോൾ ജനിക്കുകയാണെങ്കിൽ അങ്ങനെ ജനിക്കാൻ സാധിക്കണം. അതഃ പരം തു കിം. ഭഗവൽ ഭക്തന്മാരെക്കാളും ശ്രേഷ്ഠമായിട്ട് എന്താ ഉള്ളത്? ആരുമില്ല, ഒന്നുമില്ല. അതുകൊണ്ട് മക്കളെ, നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അതെന്താണെന്നറിയോ? യസ്മിന്ന നൃഭിഹി ശ്രദ്ധയാ പ്രഹുതം അഹം കാമം അശ്നാമി തഥാ അഗ്നിഹോത്രേന. നിങ്ങളിപ്പോൾ എന്നെ ഉദ്ദേശിച്ചുകൊണ്ട് വീട്ടിലൊക്കെ രാവിലെ അഗ്നിഹോത്രം ചെയ്യാറുണ്ടല്ലോ ഇല്ലേ? ഈ അഗ്നിഹോത്രത്തിലൂടെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് തന്നെയല്ലേ? ഈശ്വരനിലേക്ക് എത്തിക്കാനല്ലേ അല്ലേ? അപ്പം എനിക്ക് നിങ്ങൾ അഗ്നിയിൽ ഹോമിച്ച നെയ്യും കാര്യങ്ങളൊക്കെ എൻ്റെ വായിലേക്ക് എത്തും. പക്ഷേ എനിക്ക് അതിനേക്കാളും രുചി എവിടെയാണെന്നറിയോ? അങ്ങനെ അഗ്നിഹോത്രത്തിലൂടെ, അഗ്നിയിലൂടെ എനിക്ക് നൽകുമ്പോഴല്ല എനിക്ക് കൂടുതൽ രുചി ഉണ്ടാവുക. മറിച്ച് നിങ്ങളുടെ വീടുകളിലേക്ക് ഭക്തന്മാർ, എൻ്റെ ഭക്തന്മാർ കയറി വരുമ്പോൾ നാക്കല മുറിച്ച് അവർക്കിഷ്ടമുള്ള ആഹാര പദാർത്ഥങ്ങൾ വെച്ചു വിളമ്പുമ്പോൾ അവരിങ്ങനെ രുചിച്ച് കഴിക്കുന്ന ഒരു ദൃശ്യമുണ്ടല്ലോ, അത് എന്നിലേക്കാണ് എത്തുന്നത്, അവരിലേക്കല്ല. അപ്പം എൻ്റെ ഭക്തന്മാരെ ഊട്ടിയാൽ എന്നെ ഊട്ടിയതിന് തുല്യമായി. ഈ പാലക്കാടൊക്കെ സപ്താഹത്തിന് പോകുമ്പോൾ ഞങ്ങൾക്ക് ബഹുരസമാണ്. പാലക്കാട്ടുകാരുണ്ടോ ഇവിടെ? എന്താണെന്നറിയോ? മാഹാത്മ്യത്തിന് മാത്രമേ അമ്പലത്തിൽ രാത്രി ചോറുണ്ടാവുള്ളൂ. രാത്രി മാഹാത്മ്യം കഴിഞ്ഞ് പിറ്റേന്ന് രാവിലത്തെ പലഹാരം, ഉച്ചക്കത്തെ ശാപ്പാട്, രാത്രി ശാപ്പാട് ഓരോ വീടുകളിലേക്ക് വിളിച്ചുകൊണ്ട് പോവുക. ആചാര്യൻ നാളെ രാവിലെ നമ്മുടെ വീട്ടിലാട്ടോ, നാളെ ഉച്ചയ്ക്ക് ഞങ്ങളുടെ അവിടെയാ, രാത്രി അവിടെയാണ്. അത് ചില്ലറയൊന്നല്ല കേട്ടോ, വിവരമുള്ള ജനതയാ. കാരണം ഈ ഭാഗവതമായിട്ട് കൊണ്ട് നടക്കുന്ന ആളുകളൊന്ന് വീട്ടിൽ കയറിയാൽ ആ വീടിൻ്റെ ഐശ്വര്യം, അവർക്ക് ഭക്ഷണം കൊടുത്താൽ ദാ
അപ്പോൾ പറഞ്ഞിട്ടുള്ളൂ, എൻ്റെ ഭക്തന്മാരെ ഊട്ടിയാൽ ഞാൻ തൃപ്തിപ്പെടും. പിന്നെ ഗുരുവായൂരൊന്നും പോകേണ്ട കാര്യമില്ല. ഇല്ലേ? മാത്രമല്ല, ഭക്ഷണം കഴിച്ച് പോകാൻ നേരത്ത് ഒന്ന് നമസ്കരിക്കണം കേട്ടോ എന്നും പറഞ്ഞ് നിർത്തി ഒരു വസ്ത്രവും ഒക്കെ വെച്ചൊരു നമസ്കാരവും. സപ്താഹം കഴിഞ്ഞ് പാലക്കാട് നിന്നൊക്കെ വരുമ്പോൾ 8-9 ഡബിൾ കയ്യിലുണ്ടാവും. തമാശ പറയല്ല. ഒരാളുടെ മനസ്സ് സന്തോഷിപ്പിക്കുക. ഏത് പ്രവൃത്തിക്കും അതല്ലേ പ്രധാനം. അയാളുടെ മനസ്സ് സന്തോഷിച്ചാൽ ഫലം ഉറപ്പ്. നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞു അതില്ലേ, ഒരു കൂലിപ്പണിക്കാരൻ വീട്ടിൽ വന്ന് കഷ്ടപ്പെട്ട് വൈകുന്നേരം വരെ പണിയെടുത്ത് പോകുമ്പോൾ നാട്ടിൽ 800 രൂപ കൂലിയുണ്ട്, നമ്മൾ 600 കൊടുത്തതെങ്കിലോ നാളെ അവൻ വിളിച്ചാൽ വരുമോ? പോട്ടെ, 800 കൊടുത്തു, കുടിക്കാൻ വെള്ളം ചോദിച്ചു, ആ പൈപ്പ് നിർത്ത് മുക്കി കുടിച്ചോ. ഭക്ഷണം കടയിൽ പോയിക്കോന്നേ, ഒന്നും നമ്മൾ സഹകരിക്കില്ല. പണിക്കാരനല്ലേ. നേരെ മറിച്ച് വന്നു, ഉണ്ണീഷ്ണ ഒരു പണി തുടങ്ങുന്നതിന് മുമ്പ് ഒരു ഗ്ലാസ് ചായ കുടിക്കണം. അയ്യോ ഇവിടെ ഉണ്ണീഷ്ണ ഉണ്ടോ, ക്ഷമിക്കണം. കഷ്ടകാലം അങ്ങോട്ട് നോക്കി പറയുകയും ചെയ്തു, എനിക്കറിയില്ലായിരുന്നു അല്ലേ. ഗോവിന്ദാന്ന് വിളിക്കാൻ വയ്യ, ഗോവിന്ദേട്ടൻ അവിടെ ഉണ്ട്. അപ്പോൾ അതാണിപ്പം ഒന്ന് വിളിക്കാൻ വയ്യ. അപ്പം പണിക്ക് വരുന്ന ആള് ചൂടോടെ ഒരു ഗ്ലാസ് ചായ എടുത്ത് നോക്കൂ, ചത്ത് പണിയെടുക്കും. 10 മണിക്ക് സംഭാരം കലക്കി തന്നാലോ, വീട്ടുകാരനെന്നുള്ള തോന്നലൊന്നും ഇല്ല. ആലോചിച്ച് നോക്കണം. ഉച്ചയ്ക്ക് കടയിലൊന്നും പോണ്ട, ഇവിടെ ഉണ്ണാം, ഉള്ളത് എന്താ വെച്ചാൽ നമുക്ക് ഒന്നിച്ചുണ്ണാം. കടുമാങ്ങയും സംഭാരവും, വൈകുന്നേരം 3:30 ചായയും, സന്തോഷമായി. അവൻ പറയാ, ഓ എത്ര വീടുകളിൽ ഞാൻ പണിക്ക് പോയിട്ടുണ്ട്, ഇങ്ങനെ ഒരു വീട് കണ്ടിട്ടില്ല. ഇങ്ങോട്ട് വന്ന് തീറ്റിക്കുക, വൈകുന്നേരം പോകാൻ നേരത്തെ പൈസ വാങ്ങാൻ മടിയാ. അപ്പം എന്ത് ചെയ്യും? 7 ദിവസം പണിയെടുത്തു, എനിക്ക് 5 ദിവസത്തെ കൂലി മതി. എൻ്റെ നാട്ടിൽ അങ്ങനത്തെ ആൾക്കാരുണ്ട്. മാഷോട് എങ്ങനെയാ കാശ് വാങ്ങുക? പാവം. എന്തുകൊണ്ടാ? മനസ്സി ച പരിതുഷ്ടേ കോർത്ഥവാൻ കോ ദരിദ്ര. മനസ്സ് സന്തുഷ്ടമായാൽ പിന്നെ ധനികനുണ്ടോ ദരിദ്രനുണ്ടോ? ശരി. അപ്പം ന ബ്രാഹ്മണൈസ്തുലയേ ഭൂതമന്യത് പശ്യാമി വിപ്രാഹ് കിമതഃപരന്തു യസ്മിൻ നൃഭിപ്രഹുതം. മനുഷ്യന്മാർ അഗ്നിഹോത്രം എന്നും പറഞ്ഞ നാട് മുഴുക്ക ഓടുക, ദ്രവ്യങ്ങൾ വാങ്ങി കൂട്ടി ഓടുക. അതിന് ചെലവാക്കണ കാശുണ്ടല്ലോ. എൻ്റെ ഭക്തന്മാർ എത്ര നാട്ടിലുണ്ട്, ഒരു തവണ ഒരു ഭക്ഷണം കൊടുത്തു നോക്കൂ. അശ്നാമി കാമം ന തഥാഗ്നിഹോത്രേ. പൂർണ്ണ ആഗ്രഹത്തോടെ ഞാനത് വാങ്ങിക്കഴിക്കും. അത്ര പോലും എനിക്ക് നിങ്ങൾ യാഗഹോമാദികൾ നടത്തി ചെയ്യുന്നതിൽ എനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ല എന്നർത്ഥം. മനസ്സിലായില്ലേ? അപ്പോൾ കാശ് എങ്ങനെ ചെലവാക്കണം? തിരിച്ചു വിടുക. ഇപ്പോൾ പോണ വഴി ഒന്ന് ബ്ലോക്ക് ചെയ്തിട്ട്, ഇപ്പോൾ കണ്ടില്ല അവിടെ സിന്ധു നദിയിലെ ജലമൊക്കെ ഒന്ന് ബ്ലോക്ക് ചെയ്തിട്ട് ഇടയ്ക്കൊന്ന് തുറന്നു വിടുന്നുണ്ടല്ലോ അല്ലേ, ജലയുദ്ധം അല്ലേ. ഒക്കെ നയതന്ത്രം ഭയങ്കര. ഭാരതം കണ്ടിട്ടില്ലാത്ത നയതന്ത്രങ്ങളാണ്. പിടികിട്ടുന്നില്ല. ഇടത്തോട്ട് പോകുന്ന വിമാനം, അപ്പോൾ ഇടത്തോടത്ത് എവിടെയോ പോയി ബോംബിടുന്ന വിചാരിക്കുക, പക്ഷെ അത് പൊട്ടുക വലത്തോടത്താണ്. അപ്പം അതൊക്കെ ഈ ഈശ്വര സദ്ഭാവത്തിൻ്റെ ലക്ഷണങ്ങളാണ്. ആസ്തികന്മാർക്ക് ഇത് സാധിക്കൂ, കള്ളന്മാർക്ക് പറ്റില്ല. ഒക്കെ ഉപാസകന്മാരാ നാട് ഭരിക്കുന്നതേ, ചില്ലറിയൊന്നല്ല. ശരി. അപ്പോൾ അഗ്നിഹോത്രത്തിൽ പോലും കിട്ടാത്ത സംതൃപ്തി, മനസ്സിൻ്റെ സന്തോഷം എനിക്ക് എൻ്റെ ഭക്തന്മാരെ നിങ്ങൾ ഊട്ടിയാലുണ്ടാവും. ഇത് തന്നെ മറ്റൊരിടത്ത് പറയണ്ടല്ലോ, നഹ്യഗ്നിമുഖതോയം വൈ ഭഗവാൻ സർവയജ്ഞഭുക് ഇജ്യതേ ഹവിഷാരാജൻ യഥാ വിപ്രമുഖേ ഹുതൈഹി. സപ്തമസ്കന്ധത്തിൽ ഇതേ അർത്ഥം വരുന്ന മറ്റൊരു ശ്ലോകം പറയുന്നുണ്ട്. അപ്പം അതാണ് ആ ശ്ലോകം. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട എന്താ, വീടിൻ്റെ അടുത്തൊക്കെ സപ്താഹമൊക്കെ നടക്കുമ്പോൾ, അവർക്ക് മുണ്ട് കിട്ടാൻ വേണ്ടി പറയല്ല കേട്ടോ, സപ്താഹമൊക്കെ നടക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും നന്മ വേണമെങ്കിൽ മെല്ലെ ഉച്ചയ്ക്ക് നിർത്തുന്നതിന് മുമ്പ്, നമസ്കാരം, ഇവിടെ അടുത്താണ് വീട്, ഒരു മോഹമുണ്ട്, എന്താ ഒരു ഉച്ചയ്ക്കോ വൈകുന്നേരമോ ഒന്ന് വീട്ടിൽ വന്നാൽ ഭക്ഷണം കഴിച്ചിട്ട് പോരാം, അവർക്കും സന്തോഷമാവും.
ഈ കമ്മിറ്റിക്കാർ ഉപ്പ് കൂടിയിട്ടും എരിവ് കൂടിയിട്ടും ഒക്കെ ആയിട്ട് ഉണ്ടാക്കുന്ന ഭക്ഷണം ഉണ്ടല്ലോ ഒന്നിച്ച് വെക്കുന്നത്. അതൊക്കെ അതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അവനൊക്കെ അനുഭവം തന്നെ ശോധന പോലും ഉണ്ടാവില്ല അല്ലേ? വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് എന്ത് വേണം? ഉപ്പ് കുറവ്, എരിവ് കുറവ്, അതൊക്കെ ആകുമ്പോഴിത് പറയാൻ തോന്നുന്നു. മസാലയൊക്കെ ആകുമ്പോൾ നടക്കില്ല. അപ്പോൾ ഒന്നും പരീക്ഷിച്ച് നോക്കുക, നല്ലതാ. അടുത്തേക്ക് പോവാം. അപ്പം അദ്ദേഹത്തിന്, ഋഷഭദേവന് ഭക്തന്മാരുടെ മഹിമ പറഞ്ഞിട്ട് മതിയാവണില്ല. അടുത്തത് പറയണു, ധൃതാതനൂരുഷതി പുരാണി ധൃതാതനൂരുഷതി പുരാണി യേനേഹ സത്വം പരമം പവിത്രം ശമോദമഃ സത്യമനുഗ്രഹശ്ച തപസ്തിതിക്ഷാനുഭവശ്ച യത്ര ധൃതാ തനൂരുഷതി പുരാണി യേനേഹ സത്വം പരമം പവിത്രം ശമോദമഃ സത്യമനുഗ്രഹശ്ച തപഃ തിതിക്ഷാനുഭവശ്ച യത്ര. എന്താ കഴിഞ്ഞോ? ധൃതാ തനൂഹു ഉഷതി പുരാണി യേന ഇഹ സത്വം പരമം പവിത്രം ശമോ ദമഃ സത്യം അനുഗ്രഹഃ ച തപഃ തിതിക്ഷാനുഭവഃ ച യത്ര. പദച്ഛേദം നോക്കൂ. യേന ഇഹ മേ പുരാണി ഉഷതി തനൂഹു ധൃത. ബ്രാഹ്മണരെ കുറിച്ച് പറയുക, തൻ്റെ ഭക്തന്മാരെ കുറിച്ച്, ഈശ്വരഭക്തന്മാരെ കുറിച്ച് പറയാണ്. അവരെങ്ങനെയാ? മേ ഉഷതി തനൂഹു ധൃത. എൻ്റെ ഭക്തന്മാരായിട്ടുള്ള ആളുകൾ ആരും ആഗ്രഹിച്ചു പോകുന്ന, അതാണ് ഉഷതി, ആഗ്രഹിച്ചു പോകുന്ന, എനിക്ക് വേണം എനിക്ക് വേണം എന്ന് ആഗ്രഹിച്ചു പോകുന്ന എൻ്റെ പുരാണീ തനൂഹു, എൻ്റെ ആ പഴയകാല രൂപത്തെ ധരിച്ചവരാണ് ആര്? ബ്രാഹ്മണര്, ബ്രഹ്മജ്ഞാനികള്. എന്താ എൻ്റെ പഴയകാല ശരീരം? ശബ്ദബ്രഹ്മ എന്നൊക്കെ കേട്ടില്ലേ? എന്താ അത്? ഋഗ്യജുസാമാധർവങ്ങൾ. വേദൈശ്ച സർവൈരഹമേവ വേദ്യ. ഭഗവാൻ പറഞ്ഞെന്താ? ഈ വേദങ്ങളിൽ ആരെക്കുറിച്ചാ പറയണത്? ആരെക്കുറിച്ചാ? മമ്മൂട്ടി, മോഹൻലാല്. പിന്നെ ആരെക്കുറിച്ചാ? ഭഗവാനെ കുറിച്ചാണ്. അതുകൊണ്ടാണ് വേദവേദ്യൻ എന്ന് എനിക്ക് പേര് വന്നത്. വേദാന്തകൃത് വേദ വിദേവചാഹം. അപ്പൊ വേദത്തിൽ ആരെക്കുറിച്ചാ പറയണത്? എന്നെക്കുറിച്ച്. അപ്പൊ വേദ ആരാ? ഞാൻ തന്നെ. വേദാനാം സാമവേദോസ്മി പറയില്ലേ? അപ്പൊ എൻ്റെ രൂപം എന്താ? വൈദികമായ രൂപമാണ്, വേദവുമായി ബന്ധപ്പെട്ട രൂപമാണ്. അതുകൊണ്ടാണ് ശബ്ദബ്രഹ്മം എന്ന് ഭഗവാനെ വിളിക്കുന്നത്. വേദത്തെ ശബ്ദബ്രഹ്മം എന്ന് വിളിക്കും. ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണയേവ. ആ വേദത്തിന്റെ സാരമാണ് ഭാഗവതം. അതുകൊണ്ട് ഭാഗവതം പ്രത്യക്ഷ കൃഷ്ണനാണ്. അപ്പൊ പിടികിട്ടിയില്ലേ? അപ്പോഴാണ് മനസ്സിലായത്. സർവവേദാന്തസാരം ഹി ശ്രീമദ് ഭാഗവതം സ്മൃതം. എല്ലാ വേദഗ്രന്ഥങ്ങളെയും ഊറ്റിപ്പിടിച്ച് പിഴിഞ്ഞിട്ടൊരു രസമെടുത്താൽ ആ രസമാണ് ഭാഗവതം. അപ്പൊ ഞാനാരാ? ശബ്ദബ്രഹ്മമാണ്. അതാണ് ആ വേദം അഭ്യസിച്ച്, പുരാണങ്ങൾ ശാസ്ത്രങ്ങൾ അഭ്യസിച്ചവരാണ് ഈ ബ്രാഹ്മണര്, ബ്രഹ്മജ്ഞാനികള്. അതുകൊണ്ട് അവരുടെ ശരീരം ഉണ്ടല്ലോ, എൻ്റെ ശരീരം തന്നെയാ.
ശിവോ ഭൂത്വ ശിവം യജേത്. ഉപാസകന്മാരുടെ ഒരു സ്വഭാവമുണ്ട്. അതിപ്പോൾ ശ്രീവിദ്യോപാസനയാണെങ്കിൽ എന്താണെങ്കിലും ഉപാസന കണ്ട് തുടങ്ങിക്കഴിഞ്ഞാൽ, കൃത്യമായിട്ട് അവർ ഉപാസന ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തൊഴാനൊക്കെ തോന്നും. വിഗ്രഹത്തിലേ നമ്മൾ തൊഴാറുള്ളൂ. പക്ഷെ ചില ആളുകളെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ കൈകൂപ്പിപ്പോവും. കാരണം എന്താ? ആ ഈശ്വര ചൈതന്യം അങ്ങനെ മുഖത്ത് വിളയാടല്ലേ. മാധവജി എന്നൊരു പേര് കേട്ടിട്ടുണ്ടോ? ആരായിരുന്നു? ആലുവയിൽ തന്ത്രവിദ്യാപീഠം സ്ഥാപിക്കാൻ നേതൃത്വം കൊടുത്ത ഒരു പഴയകാല ഉപാസകൻ മരിച്ചുപോയി, മാധവജി. അദ്ദേഹം പോവാത്ത കേരളത്തിലെ സ്ഥലമില്ല. ക്ഷേത്ര ചൈതന്യ രഹസ്യം എന്ന് ഒരു പുസ്തകവും എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തെയൊക്കെ കണ്ടു കഴിഞ്ഞാണ്ടല്ലോ നമസ്കരിച്ചാൽ മതിയാവില്ല. നടക്കുന്ന മൂർത്തിയാണ്. നമ്മുടെ ഇടയിലൊക്കെ അങ്ങനെ ആളുകൾ ധാരാളമുണ്ട്. കാരണം എന്താ? ആ ഉപാസനയുടെ മഹത്വമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഉപാസകന്മാരിൽ ഞാനുണ്ട് ഓൾറെഡി. എന്നെ ഉപാസിച്ചാൽ ഞാൻ അങ്ങോട്ട് ഉപാസിക്കും അല്ലേ? ഗീതയിൽ തന്നെ പലതവണ പറയുന്നുണ്ട്, യേ യഥാ മാം പ്രപദ്യന്തേ താൻ തഥൈവ ഭജാമ്യഹം. ഇങ്ങോട്ട് എങ്ങനെയാണോ ആശ്രയിക്കുന്നത് അങ്ങോട്ടും അങ്ങനെ അല്ലേ? കൃഷ്ണനെ തോഴനായിട്ട് കാണുന്ന ഭക്തന്മാരുണ്ട്. കൃഷ്ണനെ ഭർത്താവായിട്ട് കണ്ട് വിവാഹം കഴിക്കാണ്ട് നടക്കുന്ന സ്ത്രീകളുണ്ട്. കൃഷ്ണനെ പിന്നെ അച്ഛനായിട്ട് കാണുന്നവരുണ്ട്, സുഹൃത്തായിട്ട് കാണുന്നവരുണ്ട്. അപ്പം ആ ഭാവത്തിൽ അങ്ങോട്ട് പെരുമാറും അല്ലേ? അതാ പറഞ്ഞത്. അപ്പോൾ ഈ ഭക്തന്മാരെ സംബന്ധിച്ച് അവർ വേദശാസ്ത്രാദികൾ അഭ്യസിച്ചതുകൊണ്ട് ശബ്ദബ്രഹ്മമായിട്ടുള്ള എൻ്റെ രൂപം തന്നെയാണ് അവർക്ക്. തേജസ്സാർന്ന ശരീരമാണ്. പിന്നെ മാത്രമല്ല, അവരെ അടുത്ത് ഒരു 8 സാധനങ്ങൾ സ്റ്റോക്കുണ്ട്. സമ്പത്ത്, അഷ്ടഗുണങ്ങൾ ഒക്കെ ഒന്ന് ഇടയ്ക്കൊന്ന് കേൾക്കണത് നല്ലതാ. അപ്പം ഞാൻ ചെയ്യാറുണ്ടേ, എന്തെങ്കിലും ആരെയും പറയുമ്പോഴേ അത് എൻ്റെ അടുത്തുണ്ടോ എന്ന് ഞാനൊന്ന് തപ്പി നോക്കാറുണ്ട്. അപ്പോൾ ഒരു മോഷ്ടാവിൻ്റെ ബുദ്ധി ഇടയ്ക്ക് വേണം. എവിടെയെങ്കിലും നല്ലത് കണ്ടാൽ അത് മോഷ്ടിച്ചിട്ട് അവനാനാക്കുക. സദ്ഗുണങ്ങൾ. അപ്പം എന്താ ആ 8 സമ്പത്തുകൾ? SBI, പഞ്ചാബ് നാഷണൽ ബാങ്ക്, ആക്സിസ് ബാങ്ക് ഇതൊന്നും അല്ല കേട്ടോ. പിന്നെന്താ? സത്വം. എന്താ സത്വം? സത്വത്തിന് ധാരാളം അർത്ഥങ്ങളുണ്ട്. ആത്മാവെന്ന അർത്ഥമുണ്ട്, പ്രാണെന്നർത്ഥമുണ്ട്, സ്വഭാവം എന്നർത്ഥമുണ്ട്, പലതുണ്ട്. അപ്പോൾ ഈ ബ്രാഹ്മണരുടെ ബ്രഹ്മജ്ഞാനികളുടെ 8 ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ അർത്ഥം? സത്വം എന്ന് പറഞ്ഞാൽ നന്മ അല്ലേ? നേർവഴി. എന്തെടുക്കുക? സ്വഭാവത്തിലോ എന്ത് വേണം എടുക്കാം. ശരി, ഒന്നത്. 2 ശമഹ, മനസ്സിനെ അടക്കാനുള്ള കഴിവ്. നമുക്ക് മനസ്സിനെ തുറന്നു വിടാനേ അറിയൂ അല്ലേ? ഇപ്പോൾ ഇവിടെ ഇങ്ങനെ കഴിഞ്ഞാൽ എന്താ 12:15 കൃത്യം 1 മണിക്ക് താഴെ ഹാളിൽ ഭക്ഷണം ഒരുക്കി വെച്ചിട്ടുണ്ടാവും. 1 മണി കഴിഞ്ഞ് വരുന്നവർക്ക് എല്ലാ വിഭവങ്ങളും കിട്ടിക്കൊള്ളണമെന്നില്ല എന്നൊരു അറിയിപ്പ് ഇടയ്ക്ക് തന്നു കഴിഞ്ഞാൽ അല്ലേ, ഇവിടെ ആളുണ്ടാവില്ല. മനസ്സതിൻ്റെ പിന്നാലെ പോവും. സംശയമുണ്ടാ? അതാണ് നമുക്ക് മനസ്സിനെ അഴിച്ചു വിടാനേ അറിയൂ, പിടിച്ചു കെട്ടാൻ അറിയില്ല. ഈ പിടിച്ചു കെട്ടുന്ന പണിക്കാണ് ശമം എന്ന് പറയുക. അതാണ് ശമിക്കുക. മനസ്സുമായിട്ട് ബന്ധപ്പെട്ടതാ. അപ്പം ഈ ബ്രഹ്മജ്ഞാനികൾക്കുള്ളൊരു ഗുണം എന്താ? മനസ്സിനെ വയ്ക്കേണ്ടടുത്ത് വയ്ക്കാനറിയാം. പിന്നെ പറഞ്ഞു ദമഹ, ദമം. ഇന്ദ്രിയങ്ങളെ അടക്കി വയ്ക്കുക. ഇന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞാൽ അവയവങ്ങൾ. അറിയാനുള്ള 5 അവയവങ്ങളുണ്ട്. ഏതൊക്കെയാ? അറിയാലോ, ജ്ഞാനേന്ദ്രിയങ്ങൾ. കർമ്മേന്ദ്രിയങ്ങൾ, പ്രവൃത്തി ചെയ്യുന്ന 5 അവയവങ്ങളുണ്ട്. കയ്യ് കാല് എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ? അങ്ങനെ ഈ 10 ഇന്ദ്രിയങ്ങൾ ഇതിനെ തൻ്റെ അധീനത്തിലാക്കി വയ്ക്കുക. കയ്യിനെ കയ്യിൻ്റെ വഴിക്ക് വിടാതിരിക്കുക, കണ്ണിനെ കണ്ണിൻ്റെ വഴിക്ക് വിടാണ്ടിരിക്കുക, മൂക്കിനെ
ആ ഷൊർണൂർക്ക് കാറിലാണ് പോകുമ്പോഴേ, എവിടെയാ, വടക്കാഞ്ചേരിയോ, എവിടെ എത്തുമ്പോൾ ഒരു നല്ല പപ്പടം കിട്ടുന്നൊരു കടയുണ്ട്. ഈശ്വര, അവിടെ എത്തിയാൽ ഒന്ന് അങ്ങോട്ട് സൈഡാക്കൂ, മക്കൾക്ക് ലേശം പപ്പടം വാങ്ങട്ടെ. എന്തുകൊണ്ടാ? കുട്ടികൾക്ക് പപ്പടം ഇഷ്ടമാണ്. അപ്പം നാക്കിൻ്റെ വഴിക്ക് പോണതുകൊണ്ടല്ലേ. ആ കോയമ്പത്തൂരൊക്കെ പോകുമ്പോൾ പ്രത്യേകിച്ചും അതെ. എന്ത് സ്വീറ്റ്സ് ആയിരുന്നു? കൃഷ്ണ സ്വീറ്റ്സോ, മൈസൂർ പാക്കൊക്കെ നെയ്യിലുണ്ടാക്കണേ, മറ്റേ തിരുനെൽവേലി ഹൽവ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. അല്ല വിലയാ. അവിടെ വച്ചാൽ ഇവിടെ രുചി കിട്ടും അല്ലേ? ഇങ്ങനെയൊക്കെ ഓരോരുത്തർ അതിൻ്റെ വഴിക്ക് അഴിച്ചു വിട്ടാൽ എന്തായി? തീരുമാനമായി. അതുകൊണ്ടാണ് ഭാഗവതം പറഞ്ഞത് ജിതം സർവം ജിതേ രസേ. ഇതിനെ ജയിച്ചാൽ ജീവിതം ജയിച്ചു. മക്കളില്ലാത്ത സമയം നോക്കി അടുക്കളയിൽ കയറിയിട്ട് പഞ്ചസാര വാരി വായിലിടേണ്ട അവസ്ഥ വരും. മക്കളെ കണ്ടാലോ, അച്ഛന് ചായയിൽ പഞ്ചസാര വേണ്ട കേട്ടോ, അച്ഛന് ഷുഗറല്ലേ, ഇല്ല പറച്ചിലൊക്കെ കേമാ. മക്കളില്ലെങ്കിലോ ഒരാർത്തി വരും. കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ കാണുന്നതാ, ദിവസേന ഞാൻ കാണുന്നതാ. ജീവിതം അറിയാൻ പോയിട്ട് കാര്യമില്ല. എന്തുകൊണ്ടാ? ആവുന്ന കാലത്ത് ഇതിൻ്റെ നിയന്ത്രണം ശീലിച്ചില്ല. ഇത് നല്ലട്ടോ, നമുക്ക് എന്തിനോടൊക്കെ ആകർഷണമുണ്ടോ, നമുക്ക് ആകർഷണമുണ്ടോ അതിലൊക്കെ ഇപ്പോഴേ ഒരു ബ്രേക്ക് ഇട്ട് തുടങ്ങിക്കോളൂ. പെടും. അന്ന് കണ്ണിന്ന് വെള്ളം വന്നിട്ട് കാര്യമില്ല. ഇതിനൊക്കെയാണ് ഭാഗവതം വായിക്കേണ്ടത്. തിരിച്ചുവിടുക. ദമഹ. പിന്നെ എന്ത് പറഞ്ഞു? ശമോദമ സത്യം. എന്താ സത്യം? സത്തുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അല്ലേ? കാണുന്നതും കേൾക്കുന്നതും ചെയ്യുന്നതും പറയുന്നതും ഒക്കെ സത്യവുമായി ബന്ധപ്പെട്ടതാവണം. കളവ് ജീവിതത്തിൽ ഉണ്ടാവരുത്. 3 കാലങ്ങളിലും നിലനിൽക്കുന്നത് അതാണ് സത്യം. ത്രികാല അബാധ്യം. ഭൂത ഭാവി വർത്തമാന കാലങ്ങളിൽ നിലനിൽക്കുന്നതെന്തോ അതിൻ്റെ പേരാണ് സത്യം. അപ്പൊ ഈ ബ്രാഹ്മണര്, ബ്രഹ്മജ്ഞാനികള് ഇത് കൊണ്ടു നടക്കുന്നവരാ. അപ്പൊ അത് ശ്രദ്ധിക്കുക. ശമോദമ സത്യം അനുഗ്രഹ. സ്വയം അനുഗ്രഹീതരാവാനും അനുഗ്രഹിക്കാനുള്ള കഴിവുണ്ട്. കയ്യിൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ആർക്കും എന്തെങ്കിലും കൊടുക്കാൻ പറ്റും. അപ്പം എൻ്റെ പോക്കറ്റിൽ 100 രൂപ ഉണ്ടെങ്കിൽ എനിക്കൊരു 10 ഉറുപ്പ്യ വെച്ച് 10 ആൾക്ക് കൊടുക്കാൻ പറ്റും. എൻ്റെ പോക്കറ്റ് തന്നെ കാലിയാണെങ്കിലോ കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ഒരാളെ അനുഗ്രഹിക്കണമെങ്കിൽ ഇവിടെ വേണം. അമ്പോ, ഏട്ടൻ്റെ മോളെ കല്യാണം എന്നൊക്കെ പറഞ്ഞു കല്യാണങ്ങൾ അനവധി വീട്ടിൽ നടക്കും. അവൾ വന്ന് നമസ്കരിക്കും. അല്ലമ്മേ ചിറ്റേ അനുഗ്രഹിക്കണം. ഓ നായി വരട്ടെ. എന്താ കൊടുക്കാനുള്ളത്? ഒന്നുമില്ല. എന്തുണ്ടോ കയ്യില്? ഇങ്ങനെ ആക്കിയാൽ അനുഗ്രഹമാക്കിട്ട് വർഷിക്കൊന്നുമില്ല. അഭയമുദ്ര എന്നാ പറയുക. ഭയമില്ലാത്ത അവസ്ഥ. അതിന് ഇവിടുന്ന് പ്രവഹിക്കണം. അത് പ്രവഹിക്കണമെങ്കിൽ ഉപാസന വേണം. പേടിക്കൊന്നും വേണ്ട. ഉപാസന എന്ന് പറഞ്ഞാൽ വലിയ മന്ത്രദീക്ഷവും ചിന്തിക്കണ്ട. ഇരുന്ന് മനസ്സിരുത്തി നാമം ചൊല്ലിയാൽ മതി, അതുണ്ടാവും. റേക്കിയെ കുറിച്ച് കേട്ടുണ്ടോ? നല്ലവണ്ണം പറ്റിക്കലൊന്നല്ല കേട്ടോ, നല്ലവണ്ണം ധ്യാനിച്ച് ശീലമുള്ള ആളുകളാണെങ്കിൽ ഒരു അരമണിക്കൂർ ഒന്നിങ്ങനെ ആക്കി നോക്കി, അതിന് കൂടുതൽ പറയണ്ട. ഒരു തള്ളൽ വരും ഉള്ളിൽ എയറിൻ്റെ. അത് വെച്ച് തലവേദന മാറ്റുന്നവരുണ്ട്. ഇതൊക്കെ ശാസ്ത്രത്തിൻ്റെ ഭാഗാട്ടോ. അതീന്ദ്രിയ ധ്യാനം എന്നൊക്കെ പറയില്ലേ, ഇന്ദ്രിയങ്ങൾക്ക് അതീതമായിട്ടുള്ള ശക്തിയാണ് അതൊക്കെ. അതിനെ ബിസിനസ്സാക്കുന്നവരെ നമ്മൾ വക വയ്ക്കണ്ട. പക്ഷേ സംഗതി ഇതൊക്കെ നല്ലതാ. അപ്പോൾ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ വാങ്ങാനും കൊടുക്കാനും കഴിയണം. തപസ്. ഈ ബ്രഹ്മജ്ഞാനികള് നിരന്തരം വ്രതം പോലെ പലതും കൊണ്ടു നടക്കുന്ന ആളുകളാണ്. ഒരു കാര്യം ഏറ്റാൽ അവർ ചെയ്യും. അവർ ചെയ്യാന്ന് പറഞ്ഞാൽ ചെയ്യും, പറ്റില്ലെങ്കിൽ പറ്റില്ല എന്ന് പറയും ചെയ്യും. അപ്പം തപസ് അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. പറഞ്ഞ കാര്യം ചെയ്യും. തിതിക്ഷാനുഭവ. സങ്കടം വരുമ്പോൾ നിലവിളി, സന്തോഷം വരുമ്പോൾ തുള്ളിച്ചാടുക, ഇതൊന്നും അവർക്കില്ല. എല്ലാം ഒരുപോലെയാണ്. ദ്വന്ദ്വ സഹിഷ്ണുത എന്ന് പറയും. നമുക്കോ ഇന്നലെയൊക്കെ ഉള്ള നായാട്ട്. എന്താ മോളെ ഫുൾ A+ വാങ്ങി, മോക്ക് ഫുൾ A+, സ്റ്റാറ്റസാണ് A+ ഫുൾ. അപ്പുറത്തോ
7A+, 6A+, 5A+. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ്. ബാക്കി എല്ലാ അധ്യാപകരും രക്ഷിതാക്കളുടെ മീറ്റിങ്ങിൽ ജനുവരി ജൂൺ മുതൽക്ക് തുടങ്ങും. ഫുൾ A+ വേണട്ടോ, ഫുൾ A+ വേണട്ടോ. ഇവരൊക്കെ പോയിട്ടാണ് ഞാൻ കയറി സംസാരിക്കുക. സംസ്കൃത മാഷ്ക്ക് എന്താ പറയാനുള്ളത്? നിങ്ങളങ്ങോട്ട് പോയിക്കോളി പറയും. ഇവർ കേൾക്കണ്ട, മറ്റു മാഷന്മാരെല്ലാം ചീത്ത പറയും. ഒക്കെ പോയാൽ ഞാൻ പറയും. എന്നാൽ ഇവർ പറഞ്ഞതിന് വിപരീതം ഞാൻ പറയാം. ഫുൾ A+ ഒന്നും ഞാൻ പറയില്ല. ഈ 10 കൊല്ലം പഠിച്ചു കഴിഞ്ഞിട്ട് പുറത്തിറങ്ങുമ്പോൾ ഒരു 15 സെൻറ്റിമീറ്റർ വലുപ്പമുള്ള ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും. അതിൽ ഫുൾ A+ എഴുതിയിട്ട് വല്ല കാര്യമുണ്ടോ? ജീവിതത്തിൽ ഫുൾ A+ ഉണ്ടോ മക്കൾക്ക്? ഒരാൾ വീട്ടിൽ വന്നാൽ പെരുമാറാൻ കുട്ടികൾക്ക് അറിയുമോ? വായ തുറന്നാൽ സംസാരിക്കാനുള്ള സംസ്കാരം കുട്ടികൾക്കുണ്ടോ? ഭക്ഷണം കഴിക്കുമ്പോൾ എങ്ങനെ കഴിക്കണം, എത്ര കഴിക്കണം, എന്തിനു കഴിക്കണം, ഈ ബോധ്യം മക്കൾക്കുണ്ടോ? പ്രഭാതം മുതൽ പ്രദോഷം വരെയുള്ള കർമ്മങ്ങളിൽ അവരെങ്ങനെ പെരുമാറുന്നു ആരെങ്കിലും പഠിപ്പിക്കുന്നുണ്ടോ? സിലബസിന്റെ ഭാഗമാണോ അത്? അതുള്ളവന് അന്നം മുട്ടില്ല. എന്നാൽ ഇതുള്ളവന് ഇതേ ഉണ്ടാവുള്ളൂ, അന്നം ഉണ്ടാവില്ല. എത്ര വർഷമായി ഈ സ്കൂളിൽ പഠിപ്പിക്കണമെന്ന് അറിയോ? ഈ ഫുൾ A+ നോക്കി നടന്നുണ്ടല്ലോ 10 കൊല്ലം കഴിഞ്ഞാൽ വഴിയിൽ കണ്ട പോലും തിരിഞ്ഞു നോക്കില്ല. മാഷേ നമസ്കാരം, വെള്ളം കുടിച്ചു പോവാം. ആരാ പറയാന്നറിയോ? വാടിയെടുത്ത് അടിച്ച് പുറത്താക്കിയ ആളാ ബാക്ക് ബെഞ്ചിൽ. അവൻ വരും. തമാശ പറയില്ല, അനുഭവമാവണം ഗുരു. അതുകൊണ്ട് ഈ ഫുൾ A+ തള്ളിച്ചേലൊന്നും മക്കളെ കൊണ്ട് തള്ളിയിടരുത്. പാവങ്ങളാ. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, എനിക്ക് എത്ര A+ ഉണ്ടായിരുന്നു? അന്ന് A+ ഒന്നുമില്ല. എത്ര ഉണ്ടായിരുന്നു അറിയില്ല, ഞാൻ മാനം പോവും. പക്ഷെ ഇന്ന് ഞാൻ മാഷല്ലേ? ഇല്ലേ? വല്ല നഷ്ടമുണ്ടോ? ഇല്ല. ഇപ്പൊ നിങ്ങളൊന്നും ഇല്ലെങ്കിൽ 2-3 മണിക്കൂർ ഇങ്ങനെ എൻ്റെ മുമ്പിൽ വന്ന് ഇരുന്നില്ലേ? ആലോചിച്ച് നോക്കണം. A+ മുമ്പിൽ ഇങ്ങനെ പോയിരിക്കുമോ? അവർ കിട്ടുമോ നിങ്ങൾക്ക്? അപ്പം അങ്ങനെയൊന്നും മക്കളെ വഴിതെറ്റിച്ച് വിടരുത്. ഇതൊക്കെ അപ്പം കഴിഞ്ഞ ശ്ലോകങ്ങളിൽ പഠിച്ചത്. കുഴിയിൽ കൊണ്ട് ചാടിക്കരുതേ, ഇതൊക്കെയാണ് കുഴി. അപ്പം ഞാൻ എൻ്റെ മക്കളോട് പറയാറുണ്ട്, ഒരുത്തൻ 10ാം ക്ലാസ് കഴിഞ്ഞിട്ടുള്ളൂ, അവന് ഫുൾ A+ ഒന്നും ഉണ്ടാവില്ല. കാരണം അവനെ ഞാൻ പഠിപ്പിച്ച അങ്ങനെയാ. അതൊക്കെ വെറുതെയാടാ. ഒരാൾ വീട്ടിൽ വരുമ്പോഴേ ഇതാ ഇങ്ങനെ പെരുമാറണം. അതൊക്കെ ഇപ്പം ഞാൻ അവിടെ ഇല്ലെങ്കിലും അതൊക്കെ ഗംഭീര. നിങ്ങളെക്കാളും പോരിട്ട മക്കളെന്നാ പറയുക. അത്ര വലിയ ഞാൻ ഗൗനിക്കില്ല എന്ന് അവർ പറയണം. ആലോചിച്ച് നോക്കണം. നല്ലതല്ലേ? പുത്രാദിച്ഛേത് പരാജയം. ഇതിലപ്പുറം എന്താ വേണ്ടത്? അപ്പം A+ 7 ഉണ്ടാവുള്ളൂ. ശരിയാവും. അപ്പം എന്തായി? ധൃതാതനൂരുഷതി പുരാണി യേനേഹ സത്വം പരമം പവിത്രം ശമോദമസത്യമനുഗ്രഹശ്ച തപഃ തിതിക്ഷാനുഭവശ്ച യത്ര. അത് പറഞ്ഞപ്പോഴാണ് ഇതിലേക്ക് നമ്മൾ വഴിതെറ്റിപ്പോയത്. എന്തിനെ സഹിക്കാനുള്ള കഴിവ് സമൂഹത്തിൽ ഉണ്ടാക്കി കൊടുക്കുന്നവരാണ് ബ്രഹ്മജ്ഞാനികളായ ബ്രാഹ്മണര്. അതുകൊണ്ട് ഇതൊക്കെ കൈമുതലുള്ളവർ, അവർക്ക് തേജസ്സൊക്കെ ഉണ്ടാവില്ലേ? ഉണ്ടാവില്ലേ? രാവിലെ 7 മണിക്ക് എണീൽക്കുള്ളൂ. എണീറ്റ് കഴിഞ്ഞാൽ ബ്രൂ കാപ്പി ഒരു കുറ്റി, പഞ്ചാബിലൊക്കെ പോയാൽ കണ്ടില്ലേ? പഞ്ചാബിലൊക്കെ കുറ്റി ഗ്ലാസ്സിലാണ് കുടിക്കുക. കുറേ പെട്ടുണ്ട്, ഞാനൊക്കെ പെട്ടുണ്ട്. നമ്മൾ ബാംഗ്ലൂർ പോയാൽ എത്ര ഗ്ലാസ്സിന് വലിപ്പമുണ്ടാവുള്ളൂ. പക്ഷെ പഞ്ചാബ് പോയാൽ പെരും കുറ്റിയാണ്. പശുവിന് വെള്ളം കൊടുക്കും പോലെയാണ്. അത് മുഴുവൻ കുടിക്കണം. അത് കുടിച്ച് 10 മണിക്കാണ് പിന്നെ ബ്രഷ് ഇട്ടിട്ട് ഇങ്ങനെ കിണറിൻ്റെ പക്കത്തോട്ട് തേക്കുക. 11 മണിക്കാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. 3 മണിക്ക് ഊണ്. മുഖത്ത് നോക്കാൻ പറ്റുമോ? തേജസ് ഉണ്ടാവുമോ? ഉണ്ടാവുമോ? നമ്മൾ കണ്ടതൊക്കെ വാരി തേച്ചാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ തോന്നും. പക്ഷെ കണ്ടവർക്ക് തോന്നില്ല. നമ്മൾ കണ്ണാടിയിൽ ഇപ്പം എന്നെ സംബന്ധിച്ച് കണ്ണാടി നോക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും സുന്ദരനാരാ? ഞാനാണ്. പക്ഷെ എൻ്റെ വാസ്തവത്തിലുള്ള രൂപം നിങ്ങൾക്ക് അറിയുള്ളൂ അല്ലേ? അപ്പോൾ ഈ സൗന്ദര്യമൊക്കെ ഉണ്ടാവേണ്ടത് എവിടുന്നാ? സ്വഭാവം, കർമ്മം ഉണ്ടാവും. അപ്പം അതിന് ഒന്നും വാരി തേക്കേണ്ട കാര്യമില്ല. എൻ്റെ ഭക്തന്മാരെ നോക്കിക്കോളൂ. അവർ വേദം പഠിച്ചവരാണ്, ശാസ്ത്രപുരാണാദികളെ അഭ്യസിച്ചവരാണ്. അതുകൊണ്ട് ഞാൻ തന്നെയാണ് അവർ തന്നെയാണ് ഞാൻ. സർവഭൂതാനി ച ആത്മനി അല്ലേ? അവർ നോക്കുന്നിടത്തൊക്കെ ഈശ്വരനെ കാണും, എന്നെ കാണും. കാരണം അവരെടുത്ത് ഈ 8 ഗുണങ്ങളുണ്ട്. അപ്പം അതൊക്കെ മക്കളോട് പറഞ്ഞു കൊടുക്കണം. എന്തുകൊണ്ടാ? നിങ്ങളും അതൊക്കെ അഭ്യസിക്കൂ, ഭക്തിമാർഗത്തിൽ ഉറച്ചു നിൽക്കൂ. ശരി, അടുത്തേക്ക് പോവാം. എത്രാമത്തെ ആയിപ്പത്? 25.
മത്തോപ്യനന്താത് പരതഃ പരസ്മാത് സ്വർഗാപവർഗാധിപതേർന കിഞ്ചിത് യേഷാം കിമു സ്യാദ് ഇതരേണ തേഷാം അകിഞ്ചനാനാം മയി ഭക്തിഭാജാം മത്തോപ്യനന്താത് പരതഃ പരസ്മാത് സ്വർഗാപവർഗാധിപതേർന കിഞ്ചിത് യേഷാം കിമു സ്യാദിതരേണ തേഷാം അകിഞ്ചനാനാം മയി ഭക്തിഭാജാം. ആരെക്കുറിച്ചാണ് അവിടെ പറയുന്നത്? തരക്കടില്ല കേട്ടോ. ആരെക്കുറിച്ചാ? ആരെക്കുറിച്ച് പറയാ? ബ്രഹ്മജ്ഞാനികളുടെ മഹിമയെക്കുറിച്ചാ പറയണത്. പറഞ്ഞിട്ട് തീരില്ല. നമുക്ക് ആരുടെ മഹിമയാ പറഞ്ഞിട്ട് തീരാതിരിക്കുക അല്ലേ? എൻ്റെ കേമത്തം പറഞ്ഞ് തീരില്ല. പക്ഷെ ഇവിടെ നോക്കണം. ദ്വിജദേവദേവ. അപ്പൊ എന്താ? അങ്ങനെ ആളങ്ങനെയാ. പിന്നെ ഭക്തന്മാരുടെ മഹിമ പറഞ്ഞാൽ തീരുവോ? അതിൻ്റെ പറയുള്ളൂ. നമ്മളോ ആത്മദേവ. അപ്പൊ നമുക്ക് നമ്മളെ കുറിച്ചേ പറയാൻ തോന്നും. അപ്പൊ താ പറഞ്ഞത് മത്തോപ്യനന്താത് പരതഃ പരസ്മാത്. പോരട്ടെ. മത്തഃ അപി അനന്താത് പരതഃ പരസ്മാത് സ്വർഗാപവർഗ അധിപതേഃ ന കിഞ്ചിത് യേഷാം കിമു സ്യാദ് ഇതരേണ തേഷാം അകിഞ്ചനാനാം മയി ഭക്തിഭാജാം. സ്വർഗാപവർഗ അധിപതേഃ മത്തഃ അനന്താത് പരതഃ പരസ്താത് മയി ഭക്തിഭാജാം അകിഞ്ചനാനാം യേഷാം കിഞ്ചിത് നാ. എന്താ പറഞ്ഞത്? സ്വർഗത്തിൻ്റെ അധിപതി ആരാ? ഞാനാണ്, ഈശ്വരനാണ്. മോക്ഷത്തിൻ്റെ അധിപതി ആരാ? അതും ഞാനാ. അപ്പൊ സ്വർഗാപവർഗങ്ങളുടെ നാഥനാരാ? ഞാനാണ്. പക്ഷെ പറഞ്ഞ കൂട്ടില്ലേ ആര്? ഈ ബ്രഹ്മജ്ഞാനികള്, ഈ ബ്രാഹ്മണര്. അവരെന്നെ ഉപാസിക്കുമ്പോ അവരോട് ഞാൻ ചോദിക്കും, സ്വർഗം വേണോ? മോക്ഷം വേണോ? പിന്നെന്ത് മതി? ഭഗവാനെ അങ്ങേ കിട്ടിയാൽ മതി. അപ്പോ ഭക്തി എന്ന രണ്ടക്ഷരം പൂർണ്ണ അർത്ഥത്തിൽ മനസ്സിലങ്ങോട്ട് കയറിയാൽ ഇതരേണ കിം, എന്ത് തരാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഒന്നും വേണ്ട, ഒന്നും വേണ്ട. അതാ പറഞ്ഞത് തേഷാം ഇതരേണ കിമു സ്യാത്. സമ്പത്താവട്ടെ, സ്വർണമാവട്ടെ, പശുക്കളാവട്ടെ, കുതിരയാവട്ടെ, ഭൂമിയാവട്ടെ, എന്ത് കാണിച്ചാലും, ബാങ്ക് അക്കൗണ്ട്, ചെക്ക്, എന്ത് കാണിച്ചാലും നോ മൈൻഡ്, നെവർ മൈൻഡ്. ഇതൊക്കെ എളുപ്പമല്ലേ ചിന്തിക്കാൻ? ഇത്ര എളുപ്പം പറഞ്ഞു കഴിഞ്ഞു. ഇപ്പം ഞാനിവിടെ അവിടെ പുറത്തേക്ക് പോണ വഴിക്ക് ഒരു കെട്ട് 500 നോട്ട് കണ്ട ഞാൻ അവിടേക്ക് പോവോ? പിന്നെ ഇപ്പം എന്തിനാ അത് പറയുന്നത്? നിങ്ങളാരും പോവോ? അതാടാ അത് ഭാഗവതം ക്ലാസ്സിൽ പറഞ്ഞു, പണത്തെ ഒന്നും അങ്ങനെ മോഹിക്കാതെ ആടന്നോട്ടെ. അടുത്ത് പോവും നമ്മൾ. പറയൂ, സത്യസന്ധമായി പറയൂ. എന്ത് ചെയ്യും? അല്ലേ? ശരിയല്ലേ? നമ്മളിലെ വൈകൃതം അപ്പൊ പുറത്തേക്ക് വരില്ലേ? 4 ആളെ മുമ്പിലേ നമുക്ക് ഈ മഹിമുള്ളൂ. ഒറ്റയ്ക്കാവുമ്പോ വാട്ടപൂജ. അതാ ചിരിക്കേണ്ട ഓരോരുത്തര്. സത്യല്ലേ? അല്ലേ? ഏകാന്തത്തില് നമുക്ക് വൈകൃതങ്ങൾ അനേകം. 10 ആള് മുമ്പിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ഹായ് ഞാൻ മര്യാദാ പുരുഷോത്തമൻ. എന്തിനാ? നമ്മളെ കുട്ടികളെ നോക്കിയാൽ മതി. നമ്മളെ കൂടെ ഇരിക്കുകയാണെങ്കിൽ മക്കള് നേരെ ഇരിക്കുന്നുണ്ടാവും. അച്ഛനൊന്ന് അങ്ങാടി പോയി വരാട്ടോ,
അമ്മ എവിടെയാ? അമ്മ വിറകെടുക്കാൻ പോയതാ. നിന്നെല്ലാം അവർ കണ്ടുപിടിക്കുക. അതാണ്. അപ്പൊ എന്ത് പറഞ്ഞു? സ്വർഗം വേണോ? വേണ്ട. മോക്ഷം വേണോ? ഇതിനൊക്കെ അധിപതിയാണ് ഈശ്വരൻ. ആ ഈശ്വരനെയാണ് ഇവർ ഉപാസിക്കുന്നത്. അത് വേണോ? വേണ്ട. അല്ലെങ്കിൽ ഇപ്പം മോഹിച്ചിട്ട് അതിന് പുറപ്പെട്ടാലും കിട്ടുമ്പോൾ വേണ്ടാന്നേ തോന്നൂ. ധ്രുവൻ എന്തിനെ തപസ് ചെയ്യാൻ പോയി? ഒരു പണിയില്ല എന്നിട്ടല്ലേ? അല്ലല്ല, പോകുമ്പോൾ അതൊന്നല്ല ആഗ്രഹം. എന്തായിരുന്നു? അച്ഛൻ്റെ മടിയിൽ ഒന്ന് കയറിയിരിക്കുക. കാരണം മറ്റേമ്മയെ പറ്റിച്ചത് സുരുചി. അമ്മയ്ക്ക് എല്ലാത്തിലും രുചിയുള്ള ആളാണല്ലോ. അപ്പോൾ സ്വന്തം അമ്മ പറഞ്ഞു, അമ്മ ഇതെങ്ങനെയാണ് സാധിക്കുക, എനിക്കൊന്ന് ഇരിക്കണം. അപ്പം സുരുചി അമ്മ അങ്ങനെ പറഞ്ഞു. അതൊക്കെ ഈശ്വരാനുഗ്രഹം ഉള്ളവർക്കേ പറ്റൂ. അല്ല, അമ്മേൻ്റെ വയറ്റിൽ പോയി ജനിക്കണം എന്നൊക്കെ പറഞ്ഞു. അതേ, ഈശ്വരാനുഗ്രഹം വേണം. അതിനെന്താ അമ്മ ചെയ്യുക? അത് തപസ്സും കാര്യങ്ങളൊക്കെ, നമുക്കൊന്നും പറ്റില്ല. അത് കുട്ടി പോയി അല്ലേ? നാരദ മഹർഷി വഴിക്കൽ വെച്ച് പല പരീക്ഷണങ്ങളും നടത്തി പിന്തിരിപ്പിക്കാൻ നോക്കി. അയാൾ പിന്തിരിഞ്ഞു പോന്നു എന്നല്ലാണ്ട് കാര്യം ഉണ്ടായില്ല. 6 മാസം കൊണ്ട് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. കണ്ണു തുറക്കണില്ല. എന്നിട്ടോ ഭഗവാനെ കണ്ടപ്പോളേ എന്താ പറഞ്ഞത്? എന്താ പറയേണ്ടിയിരുന്നത്? എന്നൊന്ന് സഹായിക്കണം. അച്ഛൻ്റെ മടിയിൽ കയറിയിരിക്കാൻ വേണ്ടി ഇങ്ങനെ അണ്ടാനമ്മ അവരുടെ മകനായിട്ട് പറക്കണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഒന്ന് സാധിപ്പിച്ച് തരുമോ? ഇത് പറയാൻ പോയ ആളാ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ പ്രഭാപൂർണമായ ദിവ്യ തേജോഗോളം കാണുമ്പോൾ ധ്രുവൻ പറയേണ്ടത് അതായിരുന്നു. പക്ഷെ പറഞ്ഞതെന്താ? യോന്തഃ പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംനാ അന്യാൻശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. 5-6 വയസ്സുള്ള കുട്ടിയാണ്. ഗുരുകുലത്ത് പോയിട്ടില്ല, ഗ്രന്ഥങ്ങൾ അഭ്യസിച്ചിട്ടില്ല, സപ്താഹം കേട്ടിട്ടില്ല, ഒന്നുമില്ല. പക്ഷെ ആ കുട്ടി പറഞ്ഞതെന്താ? 62 വയസ്സുള്ള നമുക്ക് പോലും അറിയാത്ത പലതും ആ കുട്ടി പറഞ്ഞു. ആരാണോ ഭഗവാനെ എൻ്റെ ശരീരത്തിനകത്ത് പ്രവേശിച്ചുകൊണ്ട്, എൻ്റെ കണ്ണുകൾക്കുള്ളിൽ പ്രവേശിച്ചുകൊണ്ട് കാഴ്ച ശക്തി എനിക്ക് തരുന്നത്, ആരാണോ മൂക്കിൽ പ്രവേശിച്ചുകൊണ്ട് രസന ഘ്രാണശക്തി എനിക്ക് തരുന്നത്, നാക്കിൽ പ്രവേശിച്ചുകൊണ്ട് രുചി എന്നെ അറിയിക്കുന്നത്, ശരീരത്തിലെ എല്ലാ ഭാഗത്തും സഞ്ചരിച്ച് എൻ്റെ പ്രാണങ്ങളെ ഉന്മേഷവാന്മാരാക്കി നിർത്തുന്നത് ഏതൊരു ശക്തിവിശേഷമാണോ ആ ഭഗവാനെ അങ്ങയ്ക്ക് നമസ്കാരം. വൈകുണ്ഠവാസിൻ എന്നല്ല വിളിച്ചത്. ഇതാണ് വൈകുണ്ഠം. തിരിച്ചറിയണം. കുണ്ഠയില്ലാത്ത സ്ഥലം, ദുഃഖങ്ങളില്ലാത്ത സ്ഥലം, അതാണ് വൈകുണ്ഠം. അതെവിടെയാ? നമ്മുടെ മനസ്സാണ്. അതിനെ ഏതോ പാലാഴി സങ്കല്പിച്ച് അതിൻ്റെ പിന്നാലെ പോകാൻ നിൽക്കണ്ട. ശാസ്ത്രം പഠിക്കൂ, ഭാഷ പഠിക്കൂ. വെറുതെ പറയാ. അപ്പൊ ആ 5 വയസ്സുകാരന് പോലും ആ ബോധ്യം ഉണ്ടെങ്കിൽ എത്രയായി ടീച്ചറെ? എത്ര വയസ്സ്? 63ആയി. അപ്പൊ നമുക്കൊക്കെ ഏത് ബോധ്യം വേണം? നമുക്കില്ലാത്ത ഡിഗ്രികളില്ല. ആ കുട്ടിക്ക് വല്ലതും ഉണ്ടായിരുന്നോ? ആലോചിക്കാൻ വയ്യ. 4 കയ്യിനെ കുറിച്ച് പറഞ്ഞില്ല. ശംഖ്, ചക്രം, ഗദ, പത്മം ഒന്നും ആ കുട്ടി മിണ്ടിയില്ല. ഈ ശരീരത്തിനകത്ത് കയറി എന്നെ ഉത്തേജിപ്പിക്കുന്ന ഈശ്വര ചൈതന്യമേ അങ്ങയ്ക്ക് നമസ്കാരം. മഹാവിഷ്ണു എന്ന് പോലും വിളിച്ചില്ല. എന്തൊരു പവിത്രമായ അറിവാണത്, നിഷ്കളങ്കമായ അറിവ്. കുട്ടികൾക്ക് കളങ്കണ്ട. എന്താ? നമുക്കല്ലേ കളങ്കമുള്ളൂ അല്ലേ? എന്താ ഈ നിഷ്കളങ്കം എന്ന് പറഞ്ഞാൽ? എന്താ പറയാൻ കാരണം? എങ്ങനെ? അതന്നെ. അപ്പോ ഉണ്ട്, കുറെ ഉണ്ട് അല്ലേ? സ്വർഗാപവർഗങ്ങൾക്ക് കാരണക്കാരനായിട്ടുള്ള മത്തഹ അനന്താത്, ഈ അന്തമില്ലാത്ത ഞാൻ അവിടെ ഇരിക്കുമ്പോൾ ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് എൻ്റെ പിന്നാലെ നടക്കുകയാണ്. പരതഃ പരസ്താത്ത്,
ശ്രേഷ്ഠങ്ങളിൽ വച്ച് ശ്രേഷ്ഠനായിട്ടുള്ള എന്നിൽ ഭക്തി വയ്ക്കുന്നവരാണ്, എന്നിൽ ഭക്തിഭാജാം, ഭക്തി വയ്ക്കുന്നവരാണ്. അവർക്ക് മറ്റൊക്കെ എന്തിനാ? ഇതരേണ കിം സ്യാത്, മറ്റൊന്നും അവർക്ക് കാര്യമില്ല. സ്വർണമാല പോലും പുല്ലായിട്ട് കാണുന്നവരാ. തൃണവൽ ഗണിക്കുക എന്നൊക്കെ പറയില്ലേ, അതാണ്. തൃണം പോലെ കാണുക, സ്വർണം പോലും തൃണവ് പോലെ കാണുക. വലിയ വലിയ ആഗ്രഹങ്ങൾ, ധരിച്ചോളൂ ഇട്ടോളൂ ഒന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത് നാലാൾ കാണണം എന്ന ബോധ്യത്തിൽ കൊണ്ട് നടക്കരുത്. അങ്ങനെയൊക്കെ ഉണ്ടല്ലേ. സാധാരണ വീട്ടിൽ ഒരു മാല മൂപ്പര് കെട്ടിയിട്ടൊരു സാധനം ഉണ്ട് അല്ലേ, എന്താണ് പറയുക, തുടം കെട്ടുക എന്ന് പറയില്ലേ, ആ അത്. എന്നാ ഒരു കല്യാണത്തിന് പോകുമ്പോഴോ അമ്മേ, പണ്ട് ഈ പാടത്തൊക്കെ കൊയ്യാൻ വേണ്ടിയിട്ടേ ഈ പാലക്കാടൻ ഭാഗത്ത് നിന്ന് കുറേ അമ്മമാർ വരും. അമ്മോ, കല്ലമാല ധരിച്ചിട്ട് എത്ര മാലയാണെന്നറിയോ. ഇതൊന്നും 5 പൈസയ്ക്ക് കൊള്ളിലിട്ട മാലയൊന്നും. 10 റുപ്യ 20 റുപ്യ 30 റുപ്യേൻ്റെ മാലയോ, പക്ഷെ ഒരു 10 എണ്ണം കഴുത്തിലുണ്ടാവും. ഇങ്ങനൊരു പോക്കുണ്ട്, ചാന്താട്ടം കഴിഞ്ഞ ഭഗവതിയെ പോലെ. ഇതാണ് പറഞ്ഞത്. കാര്യമുണ്ടോ? ഇതിലൊന്നും ഭ്രമം വേണ്ടെന്നേ, ഒന്നും വേണ്ട, നല്ലതാ. ഇപ്പോഴല്ല മനസ്സിലാവുക. 2 കാലിൽ നടക്കുന്നത് 3 കാലിലേക്ക് ആവുമ്പം മനസ്സിലാവും. ഒരു സംശയവും വേണ്ട. ഈ ഭൂമിയിൽ കണക്ക് ചോദിക്കാതെ ഒന്നും നടന്നിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ അനുഭവം പറഞ്ഞില്ലേ, മുത്തശ്ശിയായിട്ട് ബന്ധപ്പെട്ട്. ഒക്കെ പുതിയ ആൾക്കാരല്ലേ, പിന്നെ എന്ത് പറയാനല്ലേ. എന്താ പറഞ്ഞത്? മുത്തശ്ശി 24 മണിക്കൂറും നാരായണ നാരായണ ജപിച്ചു കിടക്കും. വന്ന് സ്കൂളിൽ പഠിക്കുക ഞാനേ. ഏത് നാരായണ മുത്തശ്ശി, എത്ര കാലമായി വിളിക്കുന്നു, ആ നാരായണൻ വന്നോ എന്ന് ചോദിച്ചിരുന്ന വിദ്വാൻ അപ്പം അവിടെ നാരായണനാമം ചൊല്ലിയിരിക്കണത്. അപ്പം കാലം കണക്ക് പറയാണ്ട് കടന്നു പോയില്ല. പോവോ? എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അത് കാശ്മീരിലല്ലേ പൊട്ടുന്നത്, അവനവൻ്റെ മുറ്റത്ത് പൊട്ടുമ്പോൾ മനസ്സിലാവും. ഒരു പടക്കം വീണാദ്യം മുറ്റത്ത്, രണ്ടും പോവും നമുക്ക്. ഏത്? രണ്ടും പോവും. ഇപ്പൊ സുഖമായിട്ട് കിടന്നുറങ്ങാം, കാശ്മീരിലല്ലേ, അധികം ദൂരമൊന്നും ഇല്ലട്ടാ, കണ്ടിരുന്നോളൂ. അപ്പോ എൻ്റെ ഭക്തന്മാര് അവരെങ്ങനെയാ? അവര് നിരന്തര തപസ്സിലൂടെ പ്രയത്നിക്കുന്നവരാണ്. പണ്ടൊരു ആചാര്യൻ പറഞ്ഞു നമ്മളോട്, ഉപാസിക്കൂ ഉപാസിക്കൂ എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, തെളിവുണ്ടോ? ഒരാൾ പറഞ്ഞു, വേദാഹമേതം പുരുഷം മഹാന്തം, ആ മഹത്തായ പുരുഷനെ ഞാൻ കണ്ടുട്ടോ. എങ്ങനെയുണ്ടാള്? ആദിത്യവർണം, സൂര്യനെ പോലെ ജ്വലിക്കല്ലേ, സഹസ്രകിരണൻ. എവിടെയാ കണ്ടത്? തമസ പരസ്താത്, ഇരുട്ടിന്റെ അങ്ങേ അറ്റത്തുനിന്ന്. തമേവ വിദിത്വാ അതിമൃത്യുമേതി, അതിനെ കണ്ടതോടെ മരണഭയം നീങ്ങി. നാന്യപന്ഥ വിദ്യതേയനായ, നന്നാവാൻ വേറെ വഴിയില്ലട്ടോ, വന്നോളൂ വന്നോളൂ വന്നോളൂ. ഇത് കണ്ട് അനുഭവിച്ച ആചാര്യൻ എഴുതി വെച്ചു. നമ്മൾ എത്ര പേര് വായിച്ചു? മെഡിമിക്സിന്റെ സോപ്പ് 5 എണ്ണമുള്ള ഒരു കെട്ട് ഇപ്പോൾ വരുന്നുണ്ട് മാർക്കറ്റിൽ അല്ലേ, 100 ഉറുപ്പ്യക്ക് 5 എണ്ണം. അപ്പോൾ ഒന്നിന് 20 വരുന്നുള്ളൂ. എന്നാൽ ഒരു മെഡിമിക്സ് വാങ്ങുമ്പോൾ 35 ഉറുപ്പ്യായി. അപ്പോൾ ഏതാ ലാഭം? ഞാൻ വാങ്ങി ഉപയോഗിച്ച് നന്ന്, നിങ്ങളും വാങ്ങിക്കോളൂ കേട്ടോ. തെറ്റുണ്ടോ പറഞ്ഞാൽ? ഇത്രല്ലേ ഉള്ളൂ. ഇതല്ലേ ഇപ്പം ഇവിടെയും പറഞ്ഞിട്ടുള്ളൂ. ഞാൻ നടന്നു നോക്കി, വഴി മുള്ളും കല്ലൊന്നും ഇല്ല. പോരൂ, അതിൽ പോണ്ട, ഇതിൽ പോരൂ. തെറ്റുണ്ടോ? ഇത്രയേ ഉള്ളൂ. താല്പര്യമുള്ളവർക്ക് വരാം. യഥേച്ഛസി തഥാ കുരു, നിർബന്ധമില്ല. എന്താ? ഇല്ല. മഴയാണെങ്കിലും വെയിലാണെങ്കിലും വെളുപ്പാങ്കാലത്ത് ചിലർ അടിച്ച് മക്കളെ പറഞ്ഞേക്കുണ്ടല്ലോ ഒരു സ്ഥലം അല്ലേ, വെളുപ്പാങ്കാലത്ത് ഇരുടിന് മാറുമ്പോഴേക്ക് ഇല്ലേ. ഇവിടെ അതൊന്നും ഇല്ലല്ലോ. അത് തന്നെയാ കുഴപ്പം. അപ്പോ ശരി, ഇനി അവരുടെ മഹിമയൊക്കെ പറഞ്ഞു, ബ്രഹ്മജ്ഞാനികളുടെ ബ്രാഹ്മണരുടെ മഹത്വമൊക്കെ പറഞ്ഞു. ഇനി പറയാണ്, പ്രപഞ്ചത്തെ മൊത്തം ബഹുമാനിച്ചോളണം മക്കളെ. എൻ്റെ ഭക്തന്മാരെ മാനിക്കണം, പൂജിക്കണം, ഒക്കെ ചെയ്യണം. അതുപോലെ ഈ ലോകത്തെയും നിങ്ങൾ ബഹുമാനിക്കണം.
സർവാണി മദ്ധിഷ്ണ്യതയാ ഭവദ്ഭി ചരാണി ഭൂതാനി സുതാധ്രുവാണി സംഭാവിതവ്യാനി പദേ പദേവോ വിവിക്തദൃഗ്ഭി തദുഹാർഹണം മേ. സർവാണി മദ്ധിഷ്ണ്യതയാ ഭവദ്ഭി ചരാണി ഭൂതാനി സുതാധ്രുവാണി സംഭാവിതവ്യാനി പദേ പദേവോ വിവിക്തദൃഗ്ഭി തദുഹാർഹണം മേ. ചൊല്ലാം. അതെ, രാവിലെ നാക്കൊക്കെ പഠിച്ചവർക്കാണ് കൂടുതൽ ചൊല്ലാൻ പറ്റുക. സർവാണി മദ്ധിഷ്ണ്യതയാ ഭവദ്ഭി. മദ്ധിഷ്ണ്യതയാ സംഭാവിതവ്യാനി പദേ പദേവോ വിവിക്തദൃഗ്ഭിസ്തദുഹാർഹണം മേ. ശരി. സർവാണി മദ്ധിഷ്ണ്യതയാ ഭവദ്ഭിഃ ചരാണി ഭൂതാനി സുതാ ധ്രുവാണി സംഭാവിതവ്യാനി പദേ പദേ വോ വിവിക്തദൃഗ്ഭിഃ തത് ഊഹ അർഹണം മേ. അങ്ങനെ തന്നെയല്ലേ ഇങ്ങനെയൊക്കെ പുസ്തകത്തിൽ അല്ലേ? തദിഹാർഹണല്ലോ, തദുഹാർഹണല്ലേ? അപ്പം അതിൻ്റെ തത് ഊഹ അർഹണം. ചില പുതിയ ശബ്ദമൊക്കെ കേൾക്കും, ഇതുവരെ സംസ്കൃതത്തിൽ കേൾക്കാത്ത. ഊഹ അർത്ഥം കേട്ടോ, പറയാം. തത് ഊഹ അർഹണം മേ. അപ്പം എന്താ അവിടെ പറഞ്ഞത്? ബ്രഹ്മജ്ഞാനികളായിട്ടുള്ള ആളുകളെ സമ്മാനിക്കുന്നത് പോലെ, പൂജിക്കുന്നത് പോലെ, ചേതനങ്ങളായ വസ്തുക്കളെ പൂജിക്കുന്നത് പോലെ അചേതനങ്ങളായിട്ടുള്ളവയെയും നമുക്ക് വേണ്ടതിനെയും നമുക്ക് വേണ്ടാന്ന് തോന്നുന്നവയും ഒക്കെ നമ്മൾ ബഹുമാനിച്ചോളാം. അതെങ്ങനെയാ അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നത്? ഹേ സുതാഹ, മക്കളെ, സർവാണി ചരാണി ഭൂതാനി ധ്രുവാണി. ധ്രുവം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? സ്ഥിരമായിട്ടുള്ളത്. അതായത് എന്താ പറയുക, സ്ഥാവരങ്ങൾ എന്ന് പറയില്ലേ, നേരത്തെ പറഞ്ഞില്ലേ, സ്ഥാവരങ്ങൾ, ധ്രുവങ്ങൾ. ചരാണി, ജംഗമങ്ങൾ, ചരിക്കുന്നവ. അപ്പം ഈ സർവഭൂതങ്ങളിൽ വെച്ച് ചലിക്കുന്നവ, ചലിക്കാത്തവ, ഇതിന് രണ്ടേയും മദ്ധിഷ്ണ്യതയാ പദേ പദേ ഭവദ്ഭിഃ സംഭാവിതവ്യാനി. ചേതനങ്ങളാവട്ടെ അചേതനങ്ങളാവട്ടെ അതിലൊക്കെ എന്നെ കാണണം എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിൻ്റെ 4 ചുമരുകൾക്കുള്ളിൽ മാത്രമല്ല ഈശ്വരനുള്ളത്, മറിച്ച് ഏത് പ്രപഞ്ച വസ്തുവിലും അതിൻ്റെ നിലനിൽപ്പിന് കാരണക്കാരനായിട്ട് ഞാനുണ്ട്. ഉറുമ്പിലില്ലേ, അത് ചവിട്ടി മെതിക്കേണ്ട ഒരു സാധനമാണോ? ശുനകനിലില്ലേ, നായലില്ലേ, കല്ലെടുത്ത് ഓടി എറിയേണ്ട സാധനമാണോ? ഏറ്റവും കൂടുതൽ കണ്ടുകൂടാത്ത കാക്കയാണ്. കണ്ട അപ്പുറത്തെറിയും. നമ്മളൊന്നും പറയാണ്ട് വീട് മുഴുവൻ വൃത്തിയാക്കുന്ന, പറമ്പ് മുഴുവൻ വൃത്തിയാക്കുന്ന സാധനമാണത്. ഇടയ്ക്ക് കൊണ്ടിടും, ശരിയാ, എടുത്തു കൊണ്ടുപോവുകയും ചെയ്യും. അപ്പം ഏത് ജീവനുള്ള വസ്തുവും അല്ലാത്തതാവട്ടെ അതിലൊക്കെ എന്നെ കാണണം. എന്താ അത് കഥ? ഇതിലും വലിയ സോഷ്യലിസം ഉണ്ടോ? ഞാൻ തന്നെയാണല്ല. അപ്പൊ പിന്നെ എന്തിനാ അമ്പലത്തിൽ പോകുന്നത്? എന്തിനാ അമ്പലത്തിൽ പോകുന്നത്? രാവിലെ എഴുന്നേറ്റിട്ട് പൂച്ച പറമ്പ് കൂടെ കൊണ്ട് 2 ദോശ ഉണ്ടാക്കി, ചട്ടണി ഉണ്ടാക്കി, അതിന് കൊടുത്താൽ പോരെ? നിവേദ്യം കഴിഞ്ഞില്ലേ? മതീന്ന്
ചെയ്യുന്നുണ്ടോ? ഇത് പണ്ടേ പറഞ്ഞിട്ടുണ്ട്. ഏതോ 5 കാര്യങ്ങൾ ഗൃഹസ്ഥം ചെയ്യണമെന്ന് പറഞ്ഞില്ലേ? 5 യജ്ഞങ്ങൾ ഏതൊക്കെയാ? നൃയജ്ഞം, ഭൂതയജ്ഞം, പിതൃയജ്ഞം, ദേവയജ്ഞം. പോരട്ടെ? അല്ല കഥ എത്ര സപ്താഹം കേട്ടെന്ന് പറഞ്ഞേ? ഇങ്ങനെ കേൾക്കരുത്. ഒരു തവണ കേട്ടാൽ മതി. പരീക്ഷിത്ത് എത്ര തവണ കേട്ടു എന്ന് പറഞ്ഞേ? നമ്മളോ വേളി കഴിഞ്ഞ് വന്ന ആ മാസം മുതൽക്ക് തുടങ്ങിയതാ കേൾക്കാൻ സപ്താഹം. ഇതുവരെ മോക്ഷം കിട്ടിയില്ല. കേൾക്കണ്ട പോലെ കേൾക്കണം. ഇതൊക്കെ ആരെടുത്തും പോയിട്ട് കേമായിട്ട് പറയരുത്. ഞാൻ 22ാമത്തെ സപ്താഹ കേൾക്കണത്. മാനക്കടാട്ടോ, ആട്ടിവിടും. ഈ അമ്മേനെ കൊണ്ട് ഒരു കാര്യമില്ല എന്ന് അപ്പം തന്നെ ബോധ്യവും. അതുകൊണ്ട് ഒരു തവണ കേൾക്കുക. ശ്രീശുഗർ പോലും എത്ര തവണ നടത്തിയുണ്ട് വെച്ചാൽ അധികമൊന്നും പറയണ്ടാവില്ല. കാരണം ആ മെസ്സേജ് പാസ് ചെയ്താൽ പിന്നെ അവരായിക്കോളും. ട്രാൻസ്ഫോർമേഷൻ കൃത്യമായി നടന്നാൽ സമൂഹത്തിൽ പ്രചരിക്കും. അതന്നെ നടക്കണില്ല അല്ലേ? അപ്പോ അതാണ്. അപ്പൊ എല്ലാ ജീവജാലങ്ങളിലും എന്നെ കാണുക. മധ്യഷ്ണ്യതയാ, എൻ്റെ രൂപം അതിലൊക്കെ കാണുക, എൻ്റെ അംശമായിട്ട് അതിനെ കാണുക. കാണണമെങ്കിൽ എന്ത് വേണം? കാണണമെങ്കിൽ എന്ത് വേണം? കണ്ണ് വേണം. ആ കണ്ണ് എങ്ങനെയായിരിക്കണം? വിവിക്ത ദൃക്ക്, പവിത്രമായ ഒരു കാഴ്ചയാവണം. നല്ല കണ്ണോടെ കാണണം. അപ്പൊ ചീത്ത കണ്ണുണ്ടാ? കണ്ട്. അതാ ആദ്യം ചൊല്ല്, ഭദ്രം പശ്യേമ. നല്ലത് കാണുക. കാണാൻ അനവധി ലോകത്തിലുണ്ട്, എല്ലാം കാണാൻ നിൽക്കണ്ട. കേൾക്കാൻ ലോകത്തിൽ അനവധി ഉണ്ട്, എല്ലാം കേൾക്കാൻ നിൽക്കണ്ട. അതാണ് വിവിക്ത ദൃഗ്ഭിഹി, പവിത്രങ്ങളായ കണ്ണുകളെ കൊണ്ട് എന്ത് ചെയ്യണം? നിങ്ങൾ എല്ലാത്തിലും ഈശ്വരനെ ദർശിക്കണം. നല്ലതിനെ അല്ലേ നല്ലതിനെ തിരിച്ചറിയാൻ പറ്റൂ അല്ലേ? ഞാൻ പറയാണ്, മൂപ്പര് മോശമായിട്ട ആള്. അതെന്തുകൊണ്ടാ പറഞ്ഞത്? എൻ്റെ ഉള്ളിലൊരു മോശത്തരം ഉള്ളതുകൊണ്ടാ. നേരെ മറിച്ച് ആരെ കണ്ടാലും നല്ല ആളാട്ടോ, ആള് മോശമാണെങ്കിലും പറയെന്താ? നല്ല ആളാട്ടോ. കാരണം എന്താ? അവനവനേക്കാളും നല്ല ആള്. അതാണ് കണക്കൂട്ടുന്നത്. അതാണ് വേണ്ടത്. നമ്മളുടെ സ്റ്റേജ് എവിടെയാണ്? എന്നെക്കാളും അയാൾ കേമനാണോ? അംഗീകരിച്ചോളുക. അല്ലാണ്ട് നരേന്ദ്രമോദിയേക്കാളും കേമനാണ് അപ്പം ഞാൻ അംഗീകരിക്കും, അങ്ങനെയല്ല. നമ്മളുമായിട്ട് താരതമ്യം ചെയ്യുക. എന്നെക്കാളും യോഗ്യത ഉണ്ടോ? ഞാൻ അയാളെ ബഹുമാനിക്കും, അല്ലെങ്കിലും ബഹുമാനിക്കും കേട്ടോ. അങ്ങനെയാണ് ഒരാളെ അളക്കുക. നമ്മളെവിടെയാണോ അയാൾ എവിടെയാണോ, അപ്പം അയാൾ മുകളിലാണ് ബഹുമാനിച്ചിരിക്കുക. അപ്പം അതാണ് വിവിക്ത ദൃഗ്ഭിഹി സംഭാവിതവ്യാനി. നിങ്ങൾ നല്ല കണ്ണുകളെ കൊണ്ട്. ഇനി വിവിക്ത ശബ്ദത്തിന് അനേക അർത്ഥങ്ങളുണ്ട്. ഏകാന്തത, ഏകാന്തമായ കണ്ണുകളെ കൊണ്ടൊക്കെ പറയുന്നുണ്ട്. പവിത്രങ്ങളായ കണ്ണുകൾ, എങ്ങനെയാ? പതേ പതേ. കൊല്ലത്തിൽ 41 ദിവസം അങ്ങനെ കണ്ടാ പോരാ. മണ്ഡലക്കാലത്തെ പോരാ, അങ്ങനെയുണ്ട്. സീസണൽ ഭക്തന്മാർ ധാരാളം ഉണ്ട് നമ്മുടെ നാട്ടിൽ. 41 ദിവസം ഇല്ലാത്ത ആചാരമില്ല, വ്രതമില്ല, അയ്യപ്പ വിളിയില്ല, ഒന്നുമില്ല. കഴിഞ്ഞാലോ സ്വാഹ. അപ്പൊ ഈ ഭക്തി എന്നതിലൊരു മണ്ഡല ഒരു കാലത്തേക്ക് മാത്രം പറഞ്ഞതല്ല, ജീവിതത്തിലുടനീളം കൊണ്ടു നടക്കണം. അതാണ് പദേ പദേ വഹ പദേ പദേ. നിങ്ങളുടെ ഓരോ പദത്തിലും ഓരോ ക്ഷണത്തിലും സമ്പൂർണ്ണ ജീവിതത്തിൽ ഇത് കൊണ്ടു നടക്കണം. അതുകൊണ്ട് പണ്ടൊക്കെ ഭക്ഷണം വെച്ച് കഴിഞ്ഞാലേ, ഞാൻ പറഞ്ഞില്ല, അമ്മമാർ അടുക്കളയിൽ കയറുന്ന വിറകടുപ്പ് കൂട്ടിയിട്ട് ഒരു തേങ്ങാപ്പൂള് അങ്ങോട്ട് പൂണ്ടിട്ട് അതിൽ വയ്ക്കും. എന്താ? മണം കിട്ടാനാ? ഗണപതി ഹോമാണത്. യഥാ മാം പ്രപദ്യന്തേ താൻ തഥൈവ. മഹാഗണപതി ഹോമൊന്നും വേണ്ട, ഒരു പൂള് കൊടുത്താൽ മതി. ആരെന്നെ എങ്ങനെ സങ്കല്പിക്കുന്നു അവർക്ക് അങ്ങനെ ഞാൻ അനുഗ്രഹം കൊടുക്കുന്നു പറഞ്ഞു വെച്ചില്ലേ? എന്തേ മനസ്സിലാക്കാഞ്ഞ്? എന്നിട്ട് ഇപ്പോഴും നമ്മൾ നമ്പൂരി ഏൽപ്പിക്കാൻ പോകും ഗണപതി ഹോമം കഴിക്കാൻ അല്ലേ? ചെയ്യേണ്ടെന്നല്ല. ഇതിൽ പ്രസാദിക്കുന്ന ഭഗവാൻ ഒരുപക്ഷെ അതിൽ പ്രസാദിക്കില്ല. മനസ്സറിഞ്ഞിട്ട്
ആ അടുപ്പിൽ ഒരു തേങ്ങാപ്പുളങ്ങ് വെച്ചോളൂ. അടുപ്പും വൃത്തിയാവും, അന്തരീക്ഷവും വൃത്തിയാവും, നമ്മളും വൃത്തിയാവും. അങ്ങനെ തുടങ്ങിയിട്ട് ഭക്ഷണം പാചകം ചെയ്താൽ, പാകമായാൽ ലേശം എടുത്തിട്ട് അടുപ്പിലേക്ക് അങ്ങോട്ട് ഒഴിക്കണ്ടല്ലോ. ദേവയജ്ഞായി വടക്കോട്ട് ലേശം ഒഴിക്കണ്ടല്ലോ. ആര് ചെയ്യുന്നില്ലേ? എന്തുണ്ടാക്കിയാലും വടക്കോട്ട് കളയണമെന്നാ. എന്താ അത്? വടക്കോട്ടത് ഭൂതയജ്ഞം. അവിടെ ആ വടക്കേ മതിലിൻ്റെ മുകളിൽ കുറച്ചിടും, ഒരു എറുമ്പ് വന്ന് കഴിച്ചാൽ മതി. ചിലർ പറയും ഇതേ ഭക്ഷണത്തിൽ വല്ല വിഷപദാർത്ഥം ഉണ്ടോയെന്ന് അറിയാനാണ് കൊടുക്കുക. അന്നും അല്ലട്ടോ, കള്ളത്തരം പ്രചരിപ്പിക്കുക, നമ്മൾ ചെയ്യേണ്ടക്കാൻ പ്രചരിപ്പിക്കുകയാണ്. അതൊക്കെ വിഷബാധ ഉണ്ടോ നോക്കാനാണ് ജന്തുക്കൾക്ക് കൊടുക്കണമെന്ന് പറയണത്. ഏത് ലഭ്യന്മാരത്? അത് അവർ ഈശ്വരാംശമാണെന്ന് കണ്ട് അവർക്ക് നിവേദ്യമായി കൊടുക്കുന്നത് തന്നെയാണത്. ഭൂതയജ്ഞം ചെയ്യാറുണ്ടോ? ഉണ്ടോ? അറിയില്ലായിരുന്നു. എന്ത് ഭക്ഷണം, ചോറാവട്ടെ, കൂട്ടാനാവട്ടെ, പായസമാവട്ടെ, എന്താവട്ടെ, ആരും വന്ന് കഴിച്ചു ഉള്ളതെന്ന് നോക്കണ്ട. ഇപ്പം പിതൃക്കൾ വന്ന് കഴിച്ചില്ലെങ്കിലും നമ്മൾ ബലിയിടാറില്ലേ? ഒരു കൊല്ലത്തേക്ക് ആ പരിസരത്ത് കാക്ക വരില്ല. കയ്യിലിരിപ്പോണ്ടാണേ, അവരുടെ അല്ല, നമ്മുടെ. ജീവിക്കണ കാലത്ത് തിരിഞ്ഞു നോക്കാത്തവരാ, പിന്നെ മരിച്ചാൽ തിരിഞ്ഞു നോക്കുവോ? എൻ്റെത് എനിക്ക് വേണ്ടടോ എന്ന് പറഞ്ഞു പോവരും, പാറിപ്പോവും. അതിനും വേണം പുണ്യം ചെയ്യുക. അപ്പോൾ അവർ തിന്നുമല്ലേ നോക്കണ്ട, കൊടുക്കാനുള്ളത് കൊടുക്കുക. അപ്പം അങ്ങനെ ചെയ്യ. അങ്ങനെയായ എന്താ? തത് ഉഹ മേ അർഹണം. അതാണ്, അത് തന്നെയാണ് ഉഹ. ഉഹ എന്ന വാക്കിന് അവ്യയമാണത്. അതിൻ്റെ അർത്ഥം ഏവ, അത് തന്നെ. തതുഹ, അത് തന്നെ. തദേവ മേ അർഹണം, എനിക്കുള്ള പൂജ. എന്നെ നിങ്ങൾ പൂജിക്കില്ലേ? പൂജിക്കില്ലേ? ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ സർവവിഘ്നോപശാന്തയേ. എല്ലാ വിഘ്നങ്ങളും നീങ്ങാനല്ലേ ഇല്ലേ? ഇത് ചെയ്തോളൂ, ഞാൻ ഹാപ്പിയായി. അപ്പം എന്ത് വേണം? 4 പൂവ് ഇങ്ങോട്ട് എടുത്തിട നേരം കൊണ്ട് 2 വറ്റ് അങ്ങോട്ട് കൊടുക്കുക. ആർക്ക്? ജീവജാലങ്ങൾക്ക് കൊടുക്കുക. പൂച്ചകളൊക്കെ വന്ന് വീട്ടിൽ കൂടുണ്ടെങ്കിൽ സൂക്ഷിക്കുക, സ്വല്പം പേടിക്കുകയും ചെയ്യുക. അയൽപക്കത്തെ പൂച്ചേൻ്റെ കുട്ടിയായതുകൊണ്ടല്ല അത് വരുന്നത്. നിങ്ങളുടെ വീടിനോട് എന്തോ ഒരു താല്പര്യം അതിന് വന്നിട്ടുണ്ട്. അത് പൂർവജന്മങ്ങൾ ഒക്കെ കാരണമാകാം. നേരത്തെ മരത്തെക്കുറിച്ച് പറഞ്ഞത് തന്നെ മനസ്സിൽ വെച്ചോളുക. ചില പട്ടികൾ കല്ലെടുത്തെറിഞ്ഞാലും നമ്മുടെ തൊഴുത്തുനിന്ന് പോയില്ല. സൂക്ഷിച്ചോളുക, എറിയാൻ നിൽക്കണ്ട. ഈ ഏറ് തിരിച്ചു വരും. പറയല്ലോ, വെറുതെ പറയല്ല. ഗൗരവം, ജാഗ്രത ഒക്കെ ആവശ്യമാണ്. സർവഭൂതങ്ങളിലും ആത്മാവിനെ, ഈശ്വരനെ ദർശിക്കുന്ന സംസ്കാരമാണ് നമ്മുടേത്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി കയറിയിരിക്കും. സൂക്ഷിച്ചോളുക. സർവഭൂതേഷു ചാത്മാനം സർവഭൂതാനി ചാത്മനി. ഇതല്ലേ പണ്ട് ആരോ പറഞ്ഞത്? വിദ്യാവിനയസമ്പന്നേ ബ്രാഹ്മണേ ഗവിഹസ്തിനി ശുനി ചൈവ ശ്വപാകേ ച പണ്ഡിതാ സമദർശിന. വാസ്തവത്തിൽ ആരാണ് ഈ പണ്ഡിതൻ? നോളജ് ഉള്ള ആള് ആണോ? പണ്ഡാ അസ്യ അസ്തി ഇതി പണ്ഡിത. എന്താ പണ്ഡ? ആത്മാവിലേക്കുള്ള വഴി അറിയുന്ന ആള്. ആത്മവിഷയികാ ബുദ്ധി പണ്ഡ. ആത്മാവിനെ അറിയാൻ ആഗ്രഹിക്കുന്ന, ആ വഴിക്ക് സഞ്ചരിക്കുന്ന ആളെയെ പണ്ഡിതെന്ന് വിളിക്കാൻ പാടും. അങ്ങനെയുള്ളവരെങ്ങനെയാണെന്നറിയോ? വിദ്യാവിനയസമ്പന്നേ ബ്രാഹ്മണേ. ശാസ്ത്രം പഠിച്ച ഒരു ബ്രാഹ്മണൻ വന്നിട്ടുണ്ടെങ്കിൽ അയാളെയും, ഗവി ഒരു പശു അതിലപ്പോണ്ട് അതിനെയും, ഹസ്തി ഒരു കുതിര അതിലപ്പോണ്ട് അതിനെയും, ഒരു നായ പോണ്ട് അതിനെയും, ഒരു ചണ്ടാലം പോണ്ട് അതിനെ, അയാളെയും ഒരേപോലെ കാണൂ. അത് പൂണൂലുള്ള ആളാണ്, ഒന്ന് കുനിയാം. ഇത് നായയല്ലേ?
ഈ പറഞ്ഞ 5 എണ്ണത്തിനെയും ഒരേ കണ്ണിലൂടെ ഒരേ മനസ്സോടെ മാത്രമേ നോക്കിക്കാണൂ. ആര്? പണ്ഡിതൻ. കാരണം എന്താ? ആത്മവിഷയികയായ ബുദ്ധി പ്രവർത്തിച്ചു. എല്ലാത്തിലും തൻ്റെ ആത്മാംശങ്ങളാണ് എന്ന ബോധ്യം വന്നു കഴിഞ്ഞു. ഈ പ്രവൃത്തിയിലൂടെ അതുണ്ടാവണമെന്നേ, ഉണ്ടാവണം. രാവിലെ 9:30 വന്നിരിക്കില്ലേ, 1:30 വരെ, ഇനിയിപ്പോൾ ഞാൻ വിടുന്ന വരെ ഇരിക്കണമെന്നേ പറയാൻ പറ്റൂ, തീരണം അല്ലേ? അപ്പം അങ്ങനെ ഇരുന്നിട്ട് എന്താ ഒരു മെച്ചം? സർവഭൂതാനുകമ്പ വരണ്ടേ? സ്വഗൃഹാനുകമ്പ മതിയോ? വരണം. വിടുവത് വീട് അല്ലേ? വീടൊക്കെ വിടണം, പിടിച്ചോണ്ടിരിക്കണ്ട. മേക്കപ്പ് ചെയ്ത് ഓരോ കൊല്ലം ഓരോ റിപ്പയർ ചെയ്ത് നീട്ടി വഷളാക്കി. ഇപ്പോൾ വാസ്തുവൊക്കെ തെറ്റുണ്ടാക്കിയ കാലത്ത് പ്ലാനൊക്കെ ശരിയായിരുന്നു. ഇപ്പോൾ ഇടത്തോട്ടും വലത്തോട്ടും തെക്കോട്ടൊക്കെ പിടിച്ച് വലിച്ചു നീട്ടി വൃത്തിയേടായി. വേണ്ട കേട്ടോ, വയസ്സ് കൂടുന്തോറും വീട് വിട്ടോളൂ. വിടുവതാണ് വീട്. നല്ലോണം ശ്രദ്ധിക്കുക, അർത്ഥമൊക്കെ മനസ്സിലാക്കുക. മക്കളെ കണ്ട് മെല്ലെ ഏൽപ്പിക്കുക. മക്കൾ പ്രായമായി, പക്വതയായി, ജോലിയായി, നമുക്ക് 60 വയസ്സ് കഴിയുകയും ചെയ്തു. താക്കോലൊക്കെ ഒന്ന് മാറ്റി വയ്ക്കുക, ഒക്കെ ഏൽപ്പിക്കുക. നല്ലതാ. ഏത് ശ്ലോകം പറഞ്ഞാലും ഇപ്പോൾ ഇത് പറയേണ്ടി വരുന്നതേ സമൂഹത്തിൽ കൂടുതൽ കാണുന്നത് അവിടെയാണ്, ആ രംഗത്താ. അതുകൊണ്ട് താക്കോലൊക്കെ കൊടുക്കുക. ലൈറ്റ് ഓഫാക്കുകയാണെങ്കിൽ ഓഫാക്കിക്കോട്ടെ, അരമടുകയാണെങ്കിൽ ഇട്ടോട്ടെ, വാതിലൊക്കെ അടക്കുകയാണെങ്കിൽ അടച്ചോട്ടെ. ഉപാസനയായിട്ട് കഴിഞ്ഞുള്ള ഒരു മൂലയിൽ നല്ലതാ. അതൊരു മാതൃകയാവും. നമുക്ക് മനഃശാന്തി ഉണ്ടാവും ചെയ്യും. ഷുഗറും പ്രഷറൊന്നും കൂടില്ല. അല്ലേ തന്നെ പ്രഷർ കയ്യിലിരിപ്പുണ്ട് അല്ലേ? 150, 200, 250. പിന്നെ ജാതി ചിന്തയും കൂടി കൊണ്ടുവരണം, 600ലേക്ക് ചാടും അത്. പിന്നെ സൈലൻ്റ് അറ്റാക്ക്. എളുപ്പം പണി കഴിയും, വെറുതെ എന്നൊന്നും നിൽക്കണ്ട. അപ്പം അതുകൊണ്ട് എല്ലാ ജീവജാലങ്ങളിലും എന്നെ ദർശിക്കുക. പിന്നെയോ അതുപോലെ ഇവിടെയും എല്ലാത്തിനെയും ദർശിക്കുക അല്ലേ? ഒരു പാലം അങ്ങോട്ട് ഇട്ടാൽ അങ്ങോട്ട് പോവാൻ മാത്രമല്ല ഇങ്ങോട്ട് വരാനും കൂടിയാണ്. അത് മനസ്സിലാക്കുക. മനസ്സിലായില്ലേ? ഇത്രയേ ഉള്ളൂ, അതിനപ്പുറം ഇതിനെക്കുറിച്ച് പറയാനില്ല. സർവാണി മധ്യിഷ്ണ്യതയാ ഭവദ്ഭി ചരാണി ഭൂതാനി സുതാധ്രുവാണി സംഭാവിതവ്യാനി പദേ പദേവോ വിവിക്തദൃഗ്ഭി തദുഹാർഹണം. ഈ പറഞ്ഞതാണ് എനിക്ക് വേണ്ടി നിങ്ങൾക്ക് ചെയ്യാനാകുന്ന ഏറ്റവും വലിയ പൂജ. അപ്പൊ മറ്റേ പൂജ ചെയ്യാൻ അവിടെ പറഞ്ഞുവോ? ഇല്ല. അംബാത്മനാ ജലം കൽപ്പയാമി, അഗ്നിയാത്മനാ ദീപം ദർശയാമി, അമൃതാത്മനാ അമൃതമയാഹാരം നിവേദയാമി, സർവാത്മനാ സർവോപചാര പൂജാഹ സങ്കൽപ്പയ. എന്തെങ്കിലും പറഞ്ഞോ? ഇതാണ് കാര്യം. അപ്പൊ പിടിക്കേണ്ടയിടത്ത് പിടിച്ചോളാം. ക്ലിയർ അല്ലേ? ഇനി അതിൽ പറയണ്ടല്ലോ, ഇത് തീർന്ന് കിട്ടിയാൽ മതില്ലേ. അവസാനത്തത് ഈ ഋഷഭോപദേശത്തിൽ അവസാനത്തെ ശ്ലോകമാണ്. അപ്പം ഇനി എന്ത് പറഞ്ഞാലാണോ ഇനി അപ്പുറത്തൊന്നും പറയാനില്ലാതിരിക്കുക, അതാണ് പറയേണ്ടത് ഇല്ലേ? ഉപദേശങ്ങൾ തീരുമോ? ഒരാൾ ഉപദേശിക്കാൻ തുടങ്ങിയാൽ തീരുമോ? നമുക്ക് വലിയ താല്പര്യം അതിലൊക്കെ. മറ്റാളെ നമുക്ക് നന്നാവാൻ താല്പര്യം ഇല്ലെങ്കിലും മറ്റൊരാളെ നന്നാക്കാൻ നമുക്ക് നല്ല താല്പര്യമാണ്. അപ്പം ഉപദേശം കൊടുത്ത് തീരില്ല. ശരിയല്ലേ? അപ്പം എന്ത് കൊടുത്താലാണോ ഇനി ഒന്നും പറയേണ്ടതായിട്ട് ഇല്ലാതിരിക്കുക, അത് പറയണം. ഈശ്വരനെ കുറിച്ച് പറയുമ്പോൾ എന്തറിഞ്ഞാലാണോ, ആരെ അറിഞ്ഞാലാണോ ഇനി ഒന്നും അറിയാൻ ബാക്കിയില്ലാത്തത് അയാളെ അറിയണം എന്നാ പറയാ. അനന്തൻ, അന്തമില്ലാത്തവനെ അറിയണം. ഈശ്വരനെ കുറിച്ച് അങ്ങനെ പറയാണ്. ഇനി എന്ത് പറഞ്ഞാലാണോ ഇനി അപ്പുറത്തൊരു ശ്ലോകം ഇനി പറയണ്ട. ഉപദേശം ഇവിടെ 27-ാം ശ്ലോകത്തിൽ നിർത്തുക. അപ്പം ഇനി അവസാനം പറയാണ്, മനോവചോ ദൃക്കരണേ ഹിതസ്യ, മനോവചോ ദൃക്കരണേ ഹിതസ്യ സാക്ഷാത്കൃതം മേ പരിബർഹണം ഹി വിനാ പുമാന്യേന മഹാവിമോഹാത് കൃതാന്തപാശാന്ന വിമോക്തുമീശേത്. നോക്കൂ, മനോവചോ ദൃക്കരണേ ഹിതസ്യ സാക്ഷാത്കൃതം മേ പരിബർഹണം ഹി
വിനാ പുമാൻ യേന മഹാവിമോഹാത് കൃതാന്തപാശാന്ന വിമോക്തുമീശേത് മനോ വചോ ദൃക് കരണേഹി തസ്യ ചൊല്ലിയില്ലല്ലേ, ചൊല്ലിക്കോളൂ. മനോ വചോ ദൃക് കരണേഹി തസ്യ മനോവചോ ദൃക് കരണേഹി തസ്യ സാക്ഷാത്കൃതം മേ പരിബർഹണം ഹി. സർവ്വജീവജാലങ്ങളെയും കണ്ട് അവരെ ബഹുമാനിക്കുക, അവർക്കൊക്കെ തിന്നാൻ കൊടുത്ത് അവരെ ആദരിക്കുക, അതെനിക്കുള്ള പൂജയാണ്, എൻ്റെ ഉപാസനയാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. എന്നിട്ട് പറയാണ്, നോക്കൂ, മാത്രല്ല കായേന മനസാ സദാ മനസാ വാചാ കർമ്മണ സാക്ഷാത്കൃതം സർവം. നിങ്ങൾ ചെയ്യുന്ന എല്ലാം മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും പിന്നെ വാക്കുകൊണ്ടും നിങ്ങൾ ചെയ്യുന്നതൊക്കെ എൻ്റെ ഉപാസനയാണ് ആവണം. അപ്പൊ പ്രത്യേകിച്ച് ഒരു അരമണിക്കൂർ നാമം ചൊല്ലാൻ ഇരിക്കേണ്ട കാര്യം ഉണ്ടാവുമോ? രാവിലെ തൊട്ട് രാത്രി വരെ എല്ലാ കർമ്മങ്ങളിലും ഈശ്വര ഉപാസനയായിട്ട് ആ കർമ്മങ്ങൾ വെണ്ടയ്ക്ക നുറുക്കുകയാണെങ്കിലും ഈശ്വര ഇത് വൃത്തിയായി നുറുക്കി ഇത് മക്കൾക്കും ഭർത്താവിനും അല്ലെങ്കിൽ ഭാര്യയ്ക്കും, ആണുങ്ങൾ വയ്ക്കുന്നവരുണ്ടാവില്ലേ, കൊടുത്തു കഴിഞ്ഞാൽ അത് അവരുടെ ശരീരത്തിൽ അത് പിടിക്കണം, നന്നായി പിടിക്കണം, ഈശ്വര ആരാധനയായിട്ട് ഞാൻ കാണുന്നു, നാരായണ 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 എന്ന് നല്ല രീതിയിൽ മുറിച്ചാൽ ആ എഫക്റ്റ് അതിൻ്റെ ഉള്ളിലൂടെ കഴിച്ച ആളിലേക്ക് എത്തും. നേരെ മറിച്ച് ഇത് മുറിക്കുമ്പോൾ അടുത്ത ശനിയാഴ്ച അവളുടെ വീട്ടിലേക്ക് ചെല്ലാൻ അവൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പോണോ? വേണ്ട പോണ്ട, അവളേ ഇവിടെ എൻ്റെ മോൻ്റെ ചോറൂണുണ്ടായി വിളിച്ചപ്പോൾ അവൾ വന്നിട്ടില്ല, വേണ്ട പോണില്ല. ഇതാണ് മറ്റൊരു തിന്ന. അയ്യേ, ഒരു മാസം ഹോട്ടലിൽ പോയിട്ട് തുടർച്ചയായിട്ട് ആഹാരം കഴിച്ചു നോക്കൂ, തടി നന്നാവുമോ? എന്നാ അമ്മേൻ്റെ കൈ കൊണ്ട് വിളമ്പി ഒരു മാസം കഴിച്ചു നോക്കൂ, വേറെ എങ്ങോട്ടും പോവാണ്ടേ, കോങ്ങാട് കുട്ടിശങ്കരനെ പോലെയാവും. മറ്റേതോ ഒരു നാഴി അരി എത്ര പേരുടെ വയറിലേക്ക് എത്തിക്കാം എന്ന് ചിന്തിക്കുന്നവൻ്റെ മനസ്സാണ് നമ്മുടെ ഉള്ളിലേക്ക് കച്ചവട മനസ്സാ കയറുക. ഇതോ അമ്മ എൻ്റെ ഉണ്ണി അയ്യോ എനിക്കില്ലെങ്കിലും അവന് എന്നും പറഞ്ഞ് വെക്കണ അമ്മയുടെ ചോറ് കഴിച്ചാൽ പുഷ്ടിപ്പെടും. മനസ്സിലായോ? എന്ത് മനസ്സിലായി? അതുകൊണ്ട് എന്ത് ചൂലെടുത്ത് അടിച്ചു വാരാണ് രാവിലെ, ഭഗവതർപ്പണമായിട്ട് ചെയ്യുക. അന്നൊരു കഥ പറഞ്ഞത് ഓർമ്മ ഉണ്ടാ? എന്ത് കർമ്മവും ഈശ്വരാർപ്പണമായിട്ട് ചെയ്യുക. ഏത് കഥയാ പറഞ്ഞത് ഞാൻ? അത് എത്ര പേര് കേട്ടു ഇവിടെ? ആ കഥ മനസ്സിൽ ഓർമ്മ ഉള്ളവർ എത്ര കയ്യൊന്തിക്കൂ? അമ്മേ 3 ആളേ ഉള്ളൂ കേട്ടോ. ഒന്നുകൂടി പറയണോ? ഇവിടെ ആപ്റ്റായ ഉദാഹരണമാണത്. എന്ത് ചെയ്യുമ്പോഴും ഈശ്വരാർപ്പണ ബുദ്ധിയോടെ ചെയ്യുക. പറയണോ? കേട്ടവർക്ക് മുഷിയോ? ഇല്ല. പണ്ടേ അർജുനന്റെ ഭാര്യ വീട് എവിടെയാ? എവിടെ? കൃഷ്ണന്റെ പെങ്ങളെയാ വിവാഹം കഴിച്ചതേ. അപ്പൊ ഇടയ്ക്കൊക്കെ പോയി കൂടുമല്ലോ അല്ലേ, ഒരാഴ്ചയൊക്കെ. അങ്ങനെ ഒരിക്കലും ദ്വാരകയിൽ പോയി താമസിക്കുമ്പോൾ ഒരു ദിവസമൊക്കെ നല്ല സൽക്കാരമൊക്കെ ഉണ്ടായി. 2ാമത്തെ ദിവസം അങ്ങനെയാണല്ലോ ഒരു രീതി അല്ലേ? ഭാര്യ വീട്ടിലൊക്കെ പോയി താമസിക്കുമ്പോഴേ ആദ്യത്തെ ദിവസം കിട്ടുന്ന ആ ഒരു അംഗീകാരമൊന്നും 2 ദിവസം കഴിഞ്ഞാൽ ഉണ്ടാവില്ല അല്ലേ? അപ്പം അങ്ങനെ മുഷിഞ്ഞപ്പോൾ കൃഷ്ണനൊക്കെ നന്നായിട്ട് അറിയാം. കൃഷ്ണൻ പറഞ്ഞു, അർജുന മുഷിയുണ്ടെങ്കിലേ ഒരു പണി തരാം. എന്താ ഭഗവാനെ? ഒരു കല്യാണക്കത്ത് ഇവിടെ കിടന്ന് കളിച്ചിരുന്നു. ഇന്ന് തന്നെ ആട്ടോ, എനിക്ക് ഇന്ന് പോകാൻ പറ്റില്ല. തനിക്ക് പറ്റൂ? അല്ല, എനിക്കതിന് ഇവരായിട്ട് ബന്ധമല്ലല്ലോ. താൻ ഇവിടുത്തെ ബന്ധുവല്ലേ? അതെ. അപ്പം അത് കയ്യിൽ വെച്ചോ, ഇനി ചോദിച്ചാൽ അത് കാണിക്കാമല്ലോ. ശരി. അപ്പോൾ ഒരു ഊണ് കിട്ടുമല്ലോ. അർജുനൻ പോയി. ഊണൊക്കെ ഗംഭീരായി. വധുവിൻ്റെ ആൾക്കാർ നോക്കുന്നുണ്ട്, ഇതിപ്പോൾ വരൻ്റെ ആളാവില്ലേ? വരൻ്റെ ആൾക്കാർ ഇതിപ്പോൾ വധുവിൻ്റെ ആളാവില്ലേ? ഈ സംശയം നമുക്ക് തോന്നാൻ പാടില്ല. ഉണ്ണാൻ പോവുകയാണെങ്കിൽ ഉണ്ണാ പോരുക. ആരെങ്കിലും നോക്കുന്നുണ്ടോ എന്ന സംശയം വന്നാൽ പെടും. എന്ത് കർമ്മം ചെയ്യുമ്പോഴും അങ്ങനെയല്ലേ? അർജുനതുണ്ടായി. കുഴപ്പമില്ല, കഷ്ടിച്ച് ഉണ്ണാൻ പോയി. ഉണ്ടു, ഇല എടുത്ത് പുറത്തേക്ക് അങ്ങോട്ട് പോവുക. ആ ഇല മടക്കി അങ്ങോട്ട് ഇടുന്നിടത്ത്
നമ്മൾ ഇടുന്നിടത്തുണ്ട് ഒരു മുത്തശ്ശി ഒരു ചാക്കും പിടിച്ചിട്ട് ഈ ചുരുട്ടി വലിച്ചെറിഞ്ഞ എച്ചിലല കൈകൊണ്ട് വാരിയിട്ട് കൃഷ്ണാർപ്പണം എന്നും പറഞ്ഞ് ചാക്കിലേക്ക് ഇടണു. അർജുനന് സഹിച്ചില്ല. എന്താ മുത്തശ്ശി ഇങ്ങനെ പറയണത്? ഓ, എന്തൊരു നല്ല വാക്കാ കൃഷ്ണാർപ്പണം. അത് എച്ചിലെടുത്ത് ചെയ്യാ. മുത്തശ്ശി അത് കേട്ടു. അപ്പോഴും അർജുനെ നോക്കിയിട്ട് കൃഷ്ണാർപ്പണം എന്ന് പറഞ്ഞു. അപ്പം അടുത്ത ആള് ഇലയും കൊണ്ട് വന്നു. മുത്തശ്ശി വീണ്ടും അത് വാരി കൃഷ്ണാർപ്പണം. അർജുനന്റെ സങ്കല്പങ്ങളൊക്കെ വേറെയല്ലേ, എല്ലാ സമയത്തും അങ്ങനെയാ മൂപ്പര്, പിന്നീടാണ് നേരെയാവുക അല്ലേ. അപ്പം അർജുനൻ എന്ത് ചെയ്തു? തൽക്കാല ക്ഷോഭത്തിന് ഒരൊറ്റ അടിയാ മുത്തശ്ശിയുടെ ചെവിട്ടത്ത്. എൻ്റെ ഭഗവാനെ കുറിച്ചാണ്. എച്ചിലെടുത്തിട്ട് ഈ ചീത്ത പ്രവൃത്തി ചെയ്തുകൊണ്ട് ഭഗവാനെ സ്മരിക്കുക. ഒരൊറ്റ അടി ടപ്പോ. അടി കിട്ടിയപ്പോഴും മുത്തശ്ശി എന്ത് പറഞ്ഞു? കൃഷ്ണാർപ്പണം. വട്ട് കേസാ, ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. ദ്വാരകാധീശനായ ഭഗവാനെ തന്നെ കാണുക. അങ്ങോട്ട് ഓടി. ബേജാറായി കതച്ച് ഓടിയപ്പോൾ അവിടെ മറ്റേ 36 ഉമ്മറത്തിരുന്ന് മുരിങ്ങയില നന്നാക്കുക. രുക്മിണിയെ, ഭഗവാൻ എവിടെ? ഇവിടെ ഉണ്ടായിരുന്നല്ലോ, പേപ്പറൊക്കെ വായിച്ചിട്ട്. ഇപ്പം അങ്ങോട്ട് ഓടുന്ന ഒരു ഒച്ചയും കേട്ടു, ഒരു ഓട്ടോ കണ്ടു പറഞ്ഞു. അർജുനൻ മെല്ലെ മെല്ലെ ആ റൂമിലേക്ക് പോയി നോക്കിയപ്പോൾ കമന്ന് കിടക്കുക. കൃഷ്ണ, ഓ എന്താ കിടക്കണു? ഏതോ ഒരു വൃത്തികെട്ടവൻ ചെകിട്ടത്തടിച്ചു. ഏതോ ഒരു വൃത്തികെട്ടവൻ ചെകിട്ടത്തൊരടി. അർജുനന് മനസ്സിലായി ഇത് എവിടെ എത്തിപ്പോയി. അവിടെ കൊടുത്തത് എവിടെ എത്തി? ഏത് പ്രവൃത്തിയും ഭഗവത് സമർപ്പണമായിട്ട് ചെയ്തു നോക്കൂ, മൂപ്പര് താങ്ങിക്കോളും. മുത്തശ്ശിക്ക് വേദന ഉണ്ടായില്ല, വേദന കൃഷ്ണനാണ്. എത്ര ഉദാരമായൊരാശയ. ഭഗവാന് വല്ല വേദനയുണ്ടോ? നമുക്കല്ലേ ശരീരബോധമുള്ള നമുക്കേ വേദന ഉള്ളൂ. ബോധമില്ലാത്തവർക്ക് വേദന ഉണ്ടാവില്ല. ശവത്ത് കുത്തിയ വേദന ഉണ്ടാവോ? എന്താ അതിൽ? അപ്പൊ അതുപോലെ ഏത് കർമ്മവും, ഇനിയൊരു കർമ്മത്തെക്കുറിച്ച് പറയാനില്ല, ഈ ഭൂമിയിൽ നമ്മൾ ചെയ്യുന്ന ഏത് കർമ്മവും അണ്ടർലൈൻ ഈശ്വരാർപ്പണമായിട്ട് ചെയ്യുക. അതിൻ്റെ സൃഷ്ടി, അതിൻ്റെ ഫലം അനിർവചനീയമായിരിക്കും. അപ്പൊ അത് ഉൾക്കൊള്ളുക. ഇതൊക്കെ കേൾക്കുന്നതിൻ്റെ ആണ്. മനോവചോദൃക് കരണേഹിതസ്യ സാക്ഷാത്കൃതം മേ പരിബർഹണം. എൻ്റെ പൂജ, എൻ്റെ ഉപാസന, എന്നെ ആരാധിക്കുന്നതിന് തുല്യാണ് ഇതൊക്കെ. അതാണ് കായേന വാചാ മനസേന്ദ്രിയൈർവാ എന്നൊക്കെ ചൊല്ലില്ലേ. കരചരണകൃതം വാക്കായജം കർമ്മജം വാ. ഇതൊക്കെ അങ്ങനെ ചൊല്ലിയാൽ പോരാ, ശീലിക്കണം. അപ്പം അടിച്ചു വരുമ്പോഴും പച്ചക്കറി നുറുക്കുമ്പോഴും മാങ്ങ പെറുക്കാൻ പോകുമ്പോഴും കുട്ടിയെ കുളിപ്പിക്കുമ്പോഴും വെള്ളം ചൂടാക്കുമ്പോഴും ഒക്കെ ഈശ്വരാർപ്പണം. അല്ലാണ്ട് ആ സമയത്ത് 6:30 മണിക്ക് പൂജാമുറി പോയിരുന്നൊരു ചൊല്ലലുണ്ട്, അതിൽ മാത്രം ശ്രദ്ധ വരരുത്. ഇതൊക്കെ ശ്രദ്ധിക്കാതെ അത് കേമായി ചെയ്യണ എത്രയോ ആളുകളെ കണ്ടിട്ടുണ്ട്. വട്ടപൂജ്യ. ഭർത്താവിനെ തിരിഞ്ഞു നോക്കില്ല, ഭാര്യയെ ശുശ്രൂഷിക്കില്ല, എന്നാലോ പൂജ ഗംഭീര. പൂജാമുറിയിൽ കയറി മണിയടിക്കലും എന്താ മറ്റേ കുന്തിരിക്കൊക്കെ പുകച്ച് ഒരു ആശ്രമത്തിലേക്ക് കയറുന്ന അന്തരീക്ഷ. പരസ്പരമുള്ള പെരുമാറ്റം അമ്പയെ പരാജയം. ഒരാൾ ഉത്തരധ്രുവത്തിൽ, ഒരാൾ ദക്ഷിണധ്രുവത്തിൽ. പിന്നെ എന്തിനാ ഭഗവാൻ കൊടുക്കുന്നത്? അതിൻ്റെ അകത്തുള്ള ഭഗവാനെ ഇയാൾക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല, ഇയാളുടെ അകത്തുള്ള ഭഗവാനെ അയമ്മയ്ക്കും തിരിച്ചറിയാൻ പറ്റിയില്ല. അത്രയല്ല ഈ വാർഷികം, 29ാം വാർഷികം. ചത്തൂടെ? അല്ല, തമാശ പറയല്ല. അപ്പൊ ഇതാണ് ഈ പരസ്പരമുള്ള ഈ തിരിച്ചറിവുണ്ടല്ലോ, ഇതല്ലേ ഈശ്വരൻ അറിയല്. വേറെന്തുണ്ടോ? നമുക്ക് അന്യമായിട്ടൊരു ഈശ്വരൻ ഇല്ല എന്നല്ലേ ഇപ്പൊ ഇവിടെ പറഞ്ഞത്. എന്താ തരയാൻ പോണേ? കണ്ണ് തുറക്കാനല്ല, കണ്ണ് അടയ്ക്കാനാ പറയണത്. പുറത്താണെങ്കിൽ തുറക്കാം, ഇതകത്തല്ലേ, അപ്പം അടയ്ക്കാനല്ലേ പറയുള്ളൂ. അപ്പോ അതാണ് എനിക്കുള്ള പൂജ. വിനാ പുമാൻ യേന മഹാവിമോഹാത്. വിനാ കൂടാതെ, അതായത് മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ശരീരം കൊണ്ടും ചെയ്യണ കർമ്മങ്ങൾ, എനിക്കുള്ള ഉപാസനയാവട്ടെ പൂജയാവട്ടെ, ഇത് കൂടാതെ പുമാൻ ഒരാൾക്ക് മഹാവിമോഹാത്, ഈ കാണുന്ന മഹാമോഹജാലത്തിൽ നിന്നും വിമോക്തും ന ഈശേത്, പുറത്തു കിടക്കാൻ പറ്റില്ല, വേറെ വഴിയില്ല. സംസാര സാഗരം എന്നൊക്കെ പറയില്ലേ, ഈ വലിയ ദുഃഖക്കടല് അല്ലേ, ഒന്ന് കഴിഞ്ഞാൽ ഒന്ന്
ചേറിൽ ചവിട്ടിയ കാല് പോലെ ഒരു കാല് ചവിട്ടി അത് വലിക്കാൻ നോക്കുമ്പോൾ മറ്റേ കാല് ചവിട്ടണം, അപ്പം അത് താന്നു. അത് വലിക്കാൻ നോക്കുമ്പോൾ ഇത് താന്നു. കൂടുതൽ കൂടുതൽ നമ്മൾ ദുഃഖങ്ങളിലേക്ക് താഴുക എന്നല്ലാതെ ആർക്കെങ്കിലും ഒരു ദുഃഖം കഴിഞ്ഞ് പൂർണ്ണ സന്തോഷമായോ? പിന്നെ അടുത്ത ദുഃഖം വരില്ലേ? ഇല്ലേ? അപ്പം ഇതൊരു ദുഃഖസാഗരമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇതിന്ന് പുറത്ത് കിടക്കണമെങ്കിൽ ദാ ചെയ്യുന്ന പ്രവൃത്തിയിലൊക്കെ ഈശ്വര ഭാവം കണ്ടോളൂ, രക്ഷപ്പെടും. ക്ഷേത്രങ്ങളിൽ, മഹാക്ഷേത്രങ്ങളിൽ മാത്രം ഈശ്വരനെ കണ്ടാൽ പോരാ, അവിടെ കണ്ടോളൂ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിൽ മാത്രം ഒതുങ്ങരുത്, ഇവിടെയും കാണണം. യേന വിനാ പുമാൻ മഹാവിമോഹാത് കൃതാന്തപാശാത്. കാലപാശത്തിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ ഈ വഴിയെ ഒരു വഴിയുള്ളൂ. അപ്പം അത് ആ വഴിയിലെ സഞ്ചരിച്ചോളുക. സർവത്ര മദ്ഭാവ വിചക്ഷണേന. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, എവിടെ നോക്കുമ്പോഴും ആ നോട്ടം അത് എന്നെയാണ് നോക്കുന്നത് എന്ന് സങ്കല്പിച്ചോളുക. ചെറിയവനില്ല, വലിയവനില്ല, പണക്കാരനില്ല, പാവപ്പെട്ടവനില്ല, മഹാനില്ല, പാമരനില്ല, പണ്ഡിതനില്ല, ഒന്നുമില്ല, എല്ലാവരും ഒരുപോലെ കാണുക. ഇത് കാണണമെങ്കിൽ എങ്ങനെ സാധിക്കും എന്നൊരു ചോദ്യം മനസ്സിലിപ്പോൾ വന്നില്ലേ? അതിനൊരു മന്ത്രം പറഞ്ഞുതരാം. ഭക്ഷണം കഴിക്കാൻ നേരത്ത് രുചിയെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക. ഇതാണ് അതിൻ്റെ തുടക്കം. ഉപ്പുണ്ടോ ഇല്ലയോ മിണ്ട നിൽക്കരുത്, കഴിച്ചോളുക. മധുരമുണ്ടോ ഇല്ലേ മിണ്ട നിൽക്കരുത്. എരുണ്ടോ, എരു ലേശം കൂടി വേണം, കൂടുതലായി ഒന്നും നിൽക്കണ്ട, കിട്ടിയത് കഴിക്കുക, പോവുക. ഇത് ശീലിച്ചാൽ 110% ഗ്യാരണ്ടി പറയുന്നു, കാണുന്നവരെയൊക്കെ മഹാന്മാരായിട്ട് കാണാൻ ഒരു വിഷമം ഉണ്ടാവില്ല. കബഡിയാ തുടങ്ങുന്നത്. നാക്കിന് രുചിയുള്ളത് കൊണ്ട് ആ മനസ്സിന് രുചി വരുന്നതേ വേണ്ട, ഒക്കെ നല്ലതാ. അതുകൊണ്ട് ഇവിടെ ഇനിയിപ്പോൾ ആ ചേച്ചി രാവിലെ പാവം ഞാൻ വരുമ്പോഴേക്ക് ഇഡ്ഡലിയും ചമ്മന്തിയും ഒക്കെ ഉണ്ടാക്കി കൊണ്ടുവരുന്നുണ്ട്. ഉപ്പുണ്ടോ, എരിവുണ്ടോ, സ്വാദുണ്ടോ ഇല്ലയോ ഒന്നും തരയാൻ പോകരുത്, കഴിച്ചോളാം. ജീവൻ നിലനിൽക്കണം അല്ലേ? ആ വിശപ്പ് ക്ഷുത്ത് അകറ്റണം. ഭക്ഷണം കഴിക്കുമ്പോൾ 3 കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്നാ പറയാ. എന്താ? തുഷ്ടി, പുഷ്ടി, ക്ഷുതപായോനുഘാസം. തുഷ്ടി ഉണ്ടാവും മനസ്സിന്, പുഷ്ടി ഉണ്ടാവും ശരീരത്തിന്, പിന്നെയോ ക്ഷുതപായ വിശപ്പില്ലാണ്ടാവും, അനുഘാസം ഓരോ ഉരുള ചെല്ലുമ്പോൾ വിശപ്പ് അങ്ങോട്ട് നീങ്ങും. ഇപ്പൊ ഭക്ഷണത്തിൽ 3 ലാഭ: തുഷ്ടി, പുഷ്ടി, വിശപ്പ് മാറുക. ഇതുപോലെ ഭക്തിയിലുണ്ട്. ഭക്തി പരേശാനുഭവോ വിരക്തി അല്ലേ? ഈ മാർഗത്തിൽ നമ്മൾ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭക്തി ഉണ്ടാവും, ഈശ്വരാനുഭവം ഉണ്ടാവും, വിരക്തി ഉണ്ടാവും. പേടിക്കൊന്നും വേണ്ട, ഒന്നും നമ്മളെ വിട്ട് പോകുമൊന്നുമില്ല, നമ്മൾ അവരെ വിട്ടാൽ മതി. നല്ലോണം മനസ്സിലാക്കിക്കോളൂ. മക്കൾ നമ്മളെ വിട്ട് പോവില്ല, നമ്മളാണ് അവരെ വിടേണ്ടത്. നമ്മൾ അവരെ വിടുമ്പോഴും അവർ നമ്മളെ വിടുവോ? ഇല്ല. ഇപ്പം എന്തിനാ പേടിക്കണേ? എൻ്റെ കുട്ടികളെ ഞാൻ വിട്ട അവർക്ക് ആരുണ്ടാവും? അവർ നിങ്ങളെ പിന്നാലെ തന്നെ ഉണ്ടെന്ന്. അവർ വീട് വിട്ടു പോണ്ട. ഈ ഒട്ടൽ കുറയ്ക്കുക ഏറ്റവും നല്ല വഴിയാണത്. കുറച്ചില്ലെങ്കിൽ ആവുന്ന കാലത്ത് തൈപത്ത് വച്ച സമ്പത്ത് കാലത്ത് തൈപത്ത് വച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാം. വെറുതെ അല്ല തിന്നും. ആവുമ്പോൾ ചെയ്തിടുക, വയ്യാണ്ടെ ആവുമ്പം ഉപയോഗത്തിലാവും. എവിടെയെങ്കിലുമൊക്കെ നടന്ന് വണ്ടിക്കൊക്കെ പോകുമ്പോഴേ ഹോൾസെയിൽ കൂട്ടി വിൽക്കുന്നു, തൂക്കി വിൽക്കുന്നു കണ്ടാൽ ഇറങ്ങി 10 കിലോ വാങ്ങി കയ്യിൽ വെച്ചോളുക. അപ്പം ഇന്നലെ കണ്ടൊരുതിക്കൽ നല്ല ബ്രാൻഡ് ചെരുപ്പ് 600-700 രൂപയുടെ ചെരുപ്പുകൾ, ലേഡീസും ജെൻസും 100 രൂപയ്ക്ക്. സംഗതി ശരിയാ, കയറി നോക്കി 4 സെറ്റ് വാങ്ങി കയ്യിൽ വെച്ചു. ഇന്നിട്ടണ്ട നാളെ മറ്റന്നാൾ ഇടാലോ, അടുത്ത കൊല്ലം ഇടാലോ, കേടുവരുമോ? കാലിൻ്റെ സൈസ് മാറില്ലല്ലോ. മാറുമോ? ഇല്ല. അപ്പോൾ സപ്താഹങ്ങളുണ്ടാവുമ്പോൾ, ആധ്യാത്മിക പ്രഭാഷണങ്ങളുണ്ടാവുമ്പോൾ കയറിക്കോളൂ, സമ്പാദിച്ചോളൂ, കയ്യിൽ വെച്ചോളൂ. ഉപകാരമാവുമ്പം ആവശ്യമുള്ളപ്പം എടുക്കാം. മനോവചോദൃക്കരണേ ഹി തസ്യ സാക്ഷാത്കൃതം മേ പരിബർഹണം ഹി
വിനാപുമാന്യേന മഹാവിമോഹാത് കൃതാന്തപാശാന്ന വിമോക്തുമീശേത്. അതുകൊണ്ട് ഈ ലോകത്തുനിന്ന് രക്ഷപ്പെടണം എന്ന് മോഹമുണ്ടെങ്കിൽ കാലപാശത്തിൽ നിന്ന് അത് രക്ഷപ്പെടാൻ പറ്റില്ല, പിടിച്ചുകൊണ്ടുപോകും. ഒരു ഭയം ഒഴിവാക്കാം. പരീക്ഷിത്ത് പോലും അതേ മോഹിച്ചുള്ളൂ. മരണം എന്നുള്ളത് സംഭാവ്യമാണ്. ജനിച്ചു നമ്മൾ, അപ്പം മരിക്കണം. മരണം ഇല്ലാണ്ടാക്കാൻ പറ്റുമോ? ചില ആളുകൾക്കുള്ള മരണഭയം എന്താ? ആശുപത്രി ഒന്ന് ഡോക്ടറെ കാണാൻ ചൊവ്വാഴ്ച ചെല്ലാൻ പറഞ്ഞിരുന്നു, അപ്പോഴേക്ക് തൊണ്ട ഇടറി പേടിയായി. അഡ്മിറ്റ് ആക്കിയാലോ പോവെന്നുള്ള പേടിയാണ്. എന്തിനാണെന്ന്? ജനിച്ചതല്ലേ, ജനനത്തിൽ കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ, വിഷമം ഉണ്ടായിട്ടില്ല. പിന്നെന്തിനാ അഞ്ഞ് മരിക്കുമ്പോൾ? അല്ലെ പിന്നെ ജനിക്കാണ് ഭഗവാനെ പോലെ ആവണം. ജനിക്കാത്ത ആളാണ് ഇത് മരിക്കില്ല. അങ്ങനെയല്ലല്ലോ. ആ മരണഭയത്തെ ഇല്ലാണ്ടാക്കണം. അനായാസേന മരണം, അതാണത്. അതുണ്ടാവും, പേടിക്കരുത്. അത് ഓരോ പ്രായം കൂടുന്തോറും കണ്ണിൻ്റെ കാഴ്ച കുറച്ച് കൊണ്ടുവരും. അപ്പം നമ്മൾ തിമിരെന്നും പറഞ്ഞ് ഓപ്പറേഷൻ ചെയ്തിട്ട് പുതിയ സാധനം ലെൻസൊക്കെ വയ്ക്കും. ചെയ്യാൻ പോകരുതെന്ന് ഞാൻ പറയാം. മുട്ടുംകാല് വേദനയായിട്ട് കാലെല്ലാം കൂടി വളഞ്ഞ് റാന്ന് എഴുതിയ പോലെ ആവും അല്ലേ? അത് പോയിട്ട് ഓപ്പറേഷൻ ചെയ്തിട്ട് വൃത്തിയായി. എന്തിനാണ്? അത് വാർദ്ധക്യത്തിൽ ശരീരത്തെ ചുരുക്കി ഒരു ഭാഗത്ത് നമ്മളെ കിടത്താനുള്ള പ്രകൃതിയുടെ വിദ്യകളല്ലേ. വലിയ വേദനയൊക്കെ അകറ്റാനുള്ള ചെറിയ മരുന്നൊക്കെ കഴിച്ചു കൂടാന്നല്ലാണ്ടേ നന്നാക്കി പഴയ പോലെ ആക്കാൻ പറ്റുമോ? വെളുക്കാൻ തേച്ചത് പാണ്ടാവും. അതിനെ ഉൾക്കൊള്ളുക. വൃദ്ധിയാണ് വാർദ്ധക്യം. വൃദ്ധി മുളകി 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 പോവാണ്. അപ്പം അതിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കരുത്. കണ്ണ് മണമൊന്നും കിട്ടില്ല. കൊറോണ ഉണ്ടായിട്ടല്ല, വാർദ്ധക്യത്തിൽ അങ്ങനെ അത്രേ. കാരണം കഫം വന്ന് കണ്ഠേ ഘുരഘുരായതേ. രാവിലെ നീറ്റാ തുടങ്ങും, കാറി തുപ്പി തുപ്പി തീരില്ല. വെയിൽ ചൂടാകുമ്പോഴാണ് ലേശൊരു സുഖം ഉണ്ടാവുക. ശരിയല്ലേ? ഒക്കെ വാർദ്ധക്യ ലക്ഷണങ്ങളാ, പേടിക്കരുത്. പറ്റണ സമയമൊക്കെ തൊണ്ട ആക്റ്റീവാക്കിയാൽ കഫം നിൽക്കില്ല. ഈ തൊണ്ട ആക്റ്റീവാകുന്ന പരിപാടിയാണ് നാമജപം. സഹസ്രനാമം ചൊല്ലിക്കോളൂ. ഓം വിശ്വം വിഷ്ണുർവഷട്കാരോ ഭൂതഭവ്യഭവത് പ്രഭു ഭൂതകൃത് ഭൂതഭൃത് ഭാവോ ഭൂതാത്മാ ഭൂത. ചൊല്ലേ, ശ്വാസം കണ്ട് ശരിയാവട്ടെ. ആളെ ബുദ്ധിമുട്ടാക്കുന്ന പരിപാടിയൊന്നല്ല നാമസങ്കീർത്തനം. ഇതൊക്കെ സയൻസാണ്. അപ്പം എന്തുണ്ട്? ഇപ്പം ഇന്നാളൊരു കാരണവര് രാമാനന്ദാചാര്യനോ ത്രിപുണ്ഡ്രം വരച്ചൊരാചാര്യൻ 126 വയസ്സായി. 126 വയസ്സ്. ഇപ്പം ഇന്നാൾ രാഷ്ട്രപതിൻ്റെ അവാർഡൊക്കെ വാങ്ങിയ ആളാണ്. ആ മനുഷ്യൻ അവാർഡ് വാങ്ങാൻ വരുന്ന ഒരു വരവുണ്ട്. വീണുവോ? ഊണിൻ്റെ ബല്ല. അപ്പോൾ ആ മനുഷ്യൻ ഹാളിലേക്ക് കയറിയപ്പോൾ ഹാളിനെ നമസ്കരിക്കണു, പ്രധാനമന്ത്രിയെ നമസ്കരിക്കണം, രാഷ്ട്രപതിയെ നമസ്കരിക്കണം. എന്താ ചെയ്യേണ്ട ഇഷ്ടമില്ല. അതാണ് സർവഭൂതേഷു ചാത്മാനം. വിവരം കൂടുമ്പോൾ അവിടെ എത്തണം നമ്മൾ. എന്നാൽ വേറെ ചിലർ വാങ്ങാൻ വന്നു. എന്താ അലങ്കാരം! ഹൈ നോക്കണം. ഇയാളൊരു ഖദറിൻ്റെ ഒരു തുണിയിട്ട് വേപ്പൊക്കെ ഒലിച്ച ഒരു മുഖം, പാവം. ആവേശം വരണ്ടേ നമുക്ക്? നമ്മുടെ നാട്ടിലെ ആചാര്യന്മാരല്ല അതൊക്കെ. അപ്പം അതാണ്. അപ്പം എന്താ പറഞ്ഞത്? ഊണ് കഴിക്കാറായിരുന്നല്ലേ? ഇതിനെ കുറിച്ചാണ് പറഞ്ഞത്. വാർദ്ധക്യത്തെ പൂർണ്ണാർത്ഥത്തിൽ ഉൾക്കൊള്ളുക, മരണഭയമില്ലാതിരിക്കുക. സ്വന്തം അച്ഛനും അമ്മയെയും, ഞാൻ എൻ്റെ അച്ഛനും അമ്മയെ പരിപാലിക്കുന്നത് എൻ്റെ മക്കൾ കാണട്ടെ. എൻ്റെ മക്കളെ മുമ്പിൽ വെച്ച് അവരോട് ഞാൻ ഒച്ചടാതിരിക്കണം. ഒച്ചട്ടാൽ എനിക്കുള്ളത് ഭാവിയിൽ കിട്ടും അല്ലേ? അവരത് ഫീഡ് ചെയ്ത് വെക്കും. അപ്പം അതുകൊണ്ട് മാതൃക മാതൃക മാതൃക, ഇതിലപ്പുറം ഒരു വാക്ക് പറയാനില്ല. ഏത് രംഗത്തും അത് ശീലിക്കുക. അത് ശീലിച്ചാൽ ഋഷഭോപദേശം സാർത്ഥകമാവും. ഇല്ലേ വെറും അധര വ്യായാമം. ഒരു 2 മണിക്കൂർ വണ്ടിക്ക് ഞാൻ വരുന്നതും 4 മണിക്കൂർ ട്രെയിന് അല്ലേ? ഒരു 2-ാം ശനിയാഴ്ച വെറുതെ പോകും. അതുകൊണ്ട് അത് സാർത്ഥകമാവണമെങ്കിൽ ഇത് നമ്മൾ 27 ഉപദേശങ്ങളിൽ ഒന്നെങ്കിലും നമ്മുടെ മസ്തിഷ്കത്തിൽ കയറിയാൽ
ഭാഗവതം വിജയിച്ചു. ഞാൻ വിജയിക്കല്ല, ഭാഗവതം വിജയിച്ചു. ഇല്ലെങ്കിലോ ഭാഗവതം മനസ്സിലാവാഞ്ഞിട്ട് അത് മനസ്സിലാക്കാൻ ഇനി ഒരു ഗ്രന്ഥം കൂടി ആരെങ്കിലുമൊക്കെ എഴുതേണ്ടി വരും. അത് വേണ്ട, ഗ്രന്ഥങ്ങൾ നിറഞ്ഞിരിക്കണം ഇപ്പം. അതുകൊണ്ട് ഇനി എഴുത്തും കുത്തൊന്നും വേണ്ട, കൊണ്ട് നടന്നാൽ മതി. അപ്പോൾ നമുക്ക് തോന്നണു നമ്മുടെ ഏകദേശം സമയമായിക്കഴിഞ്ഞു. അപ്പോൾ എന്തോ അറിയില്ല, ഇതൊന്നും മനസ്സിൽ കണ്ടതുമല്ല ഉദ്ദേശിച്ചതുമല്ല. തുടക്കത്തിൽ പറഞ്ഞു അത് പെട്ടുപോയി എന്ന് പറഞ്ഞ വാക്ക് അങ്ങനെയാണ്. ചില ആളുകൾ ചിലത് പറയുമ്പോൾ വയ്യ എന്ന് പറയാൻ പറ്റില്ല. ഇതാണ് മഹതാം ബഹുമാനേന ദീനാനാമനുകമ്പയാ മൈത്ര്യാ ചൈവാത്മ എന്നൊക്കെ പറയണ്ടല്ലോ. അത് ചില ആളുകൾ അങ്ങനെയാണത്, കൂടുതൽ പറയുന്നില്ല. മഹത് സേവാം ദ്വാരമാഹുർവിമുക്തേഹ ഒക്കെ തന്നെയാണ് പറയുന്നത്, മഹാൻ മഹാൻ മഹാൻ. അതുകൊണ്ട് ചിലയിടത്തൊക്കെ പെട്ടുപോകും. അല്ലാതെ ഈ ഒരു സ്ഥാനത്തിരിക്കാൻ പോലും മനസ്സുകൊണ്ട് ആഗ്രഹിക്കാത്ത, കാരണം ഞാനതിന് അർഹനല്ല എന്ന് 110%, ഒരു 10 ഞാൻ കൂട്ടുക, എനിക്ക് ബോധ്യമുണ്ട്. അപ്പോൾ വന്ന് പെടുകയാണ്, നിവൃത്തിയില്ലാതെ വന്ന് പെടുക. അപ്പോൾ അത് ആർക്കെങ്കിലൊക്കെ ഗുണമായി എങ്കിൽ ഗുരുനാഥന്മാർക്ക് നന്ദി നമസ്കാരം. അതല്ല പോരാ എന്നാണെങ്കിൽ അത് ഈ ഉള്ളവൻ്റെ കഴിവുകേട്, അത് പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് ഇതിവിടെ സമർപ്പിക്കുന്നു. ആത്മാത്വം ഗിരിജാമതി സഹചരാഃ പ്രാണാശരീരം ഗൃഹം പൂജാതേ വിഷയോപഭോഗരചന നിദ്രാസമാധിസ്ഥിതി സഞ്ചാരഃ പദയോഃ പ്രദക്ഷിണവിധി സ്തോത്രാണി സർവാ ഗിരഃ യദ്യത് കർമ്മ കരോമി തത്തദഖിലം ശംഭോ തവാരാധനം യദ്യത് കർമ്മ കരോമി തത്തദഖിലം ശംഭോ തവാരാധനം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.